സത്യത്തിൽ ഈ ഒരു ടോപ്പിക് വെറുമൊരു ടോപ്പിക്കായി കാണാതെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടാണ് നമ്മളിവിടെ ഇരിക്കേണ്ടത്. സാധാരണഗതിയിൽ 3 ടൈപ്പ് ഈഗോയെ, മനസ്സിനെ, സത്യത്തിൽ അതിന് ഈഗോ എന്നാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലൊക്കെ വരുന്നത്. 3 തരമാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്: നഫ്സുൽ അമ്മാറ, നഫ്സുൽ അവ്വാമ, നഫ്സുൽ മുത്മഇന്ന. ചില ആളുകൾ അതിൻ്റെ ഇടയിലേക്ക് നഫ്സുൽ മുൽഹിമയും കൂടി കയറ്റാറുണ്ട്. ഖുർആനിൽ ഈ 3 പദങ്ങളാണ് വന്നിട്ടുള്ളത്. ഇസ്ലാമിക് സൈക്കോളജിയിൽ മുൽഹിമയൊക്കെ ചർച്ചയുണ്ട്. നമുക്കിപ്പോൾ ആ ഭാഗമല്ല പറയേണ്ടത് എന്നതുകൊണ്ട് നഫ്സുൽ അമ്മാറ നമുക്കെല്ലാം അറിയാം. നഫ്സുൽ അമ്മാറ തെറ്റിലേക്ക് നമ്മളെ വലിച്ചിഴക്കുന്ന മനസ്സ് എന്നാണ്. ഒരു മനുഷ്യൻ്റെ ശരീരം, ഹൃദയം, ആത്മാവ്, ഈ 3മായിട്ടാണ് ഇതിൻ്റെ കണക്ഷൻ. വെറും ശരീരത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ മനുഷ്യൻ്റെ ആ ഒരു ഇച്ഛ അല്ലെങ്കിൽ അവൻ്റെ അഹംഭാവം, എന്തൊക്കെയാണോ നമ്മുടെ മനസ്സിൽ ഉന്മത്തമായിട്ടുള്ളത്, അതെല്ലാം പുറത്തേക്ക് വരും. നമ്മുടെ അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങളെല്ലാം നമ്മുടെ ചേഷ്ടകളായി മാറും. ആ ചേഷ്ടകൾ ഒരു പക്ഷേ വളരെ വൃത്തികെട്ടതാവും. ആ വൃത്തികേടിലൂടെ നമ്മൾ സഞ്ചരിക്കും. അതിനെയാണ് വിശുദ്ധ ഖുർആൻ ഉലായിക കൽ അൻആം ബൽഹും അളൽ എന്ന് പ്രയോഗിച്ചത്. അവർ മൃഗങ്ങളെപ്പോലെയാണ്, അല്ല, മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരാണ്. അതിന് ഹ്യൂമൻ സൈക്കോളജിയിൽ ഡബിൾ ടച്ച് എന്നും അതേപോലെ തന്നെ ആനിമൽ ടച്ച് എന്നൊക്കെ പറയാറുണ്ട്. പിശാചിനെ പോലെ ജീവിക്കുന്നവർ തെറ്റ് ചെയ്യും, തെറ്റിനെ ന്യായീകരിക്കും, ആ തെറ്റിലേക്ക് ആളുകളെ വലിച്ചു ചേർക്കും. അതാണ് ശൈത്താൻ. ആനിമൽ കൊണ്ടുദ്ദേശിക്കുന്നത് തെറ്റ് ചെയ്യും, അതിനെ ന്യായീകരിക്കില്ല, അതിലേക്ക് ആളുകളെ വലിച്ചു ചേർക്കില്ല, പക്ഷെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനേക്കാളും കുറച്ചും കൂടി മുകളിലാണ് ഹ്യൂമൻ ടച്ച്, മനുഷ്യൻ എന്ന് പറയുന്ന വിധാനം. അതിൻ്റെയും അപ്പുറത്താണ് വിശ്വാസിയുടെ വിധാനമുള്ളത്. അത് ബിലീഫ് ടച്ചാണ്. മനുഷ്യൻ്റെ ചിന്താഗതികളെ മാറ്റിമറിച്ച് മനുഷ്യനെ സൃഷ്ടിച്ചവൻ്റെ ചിന്താഗതിക്കനുസരിച്ച് മുന്നോട്ട് പോവുക. നമ്മുടെ ചിന്തക്കോ നമ്മുടെ ആഗ്രഹങ്ങൾക്കോ പ്രാധാന്യം കൊടുക്കാതെ അവനെങ്ങനെയാണോ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ആ ഡിസൈനിനനുസരിച്ച് നമ്മൾ മാറുക. അവൻ്റെ അഭിലാഷങ്ങൾക്കനുസരിച്ച്, അവൻ്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച്. ഹൃദയം തന്നതുപോലും അവനെ സ്നേഹിക്കാനാണെന്ന ആ വലിയ ചിന്തയിലേക്ക് നമ്മൾ എത്തുക. ഹൃദയം നമുക്ക് തന്നത് സത്യത്തിൽ ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു എൻജിൻ എന്നതല്ല. അത് ഭൗതികപരമായി നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചിത്രീകരിക്കാം. പക്ഷേ അള്ളാഹുവിനെ സ്നേഹിക്കാൻ, അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനെ അതിശക്തമായി അവർ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ രീതിശാസ്ത്രം എങ്ങനെ, അത് മറ്റൊരു വിധാനമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ആ ഒരു സ്നേഹം നമുക്കുണ്ടാക്കിയെടുക്കാനാണ് ഹൃദയം പോലും തന്നത് എന്ന ഒരു വിവക്ഷയിലേക്ക് നമ്മുടെ ചിന്ത പോകുമ്പോഴാണ് ആ അശദ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. അതികഠിനമായി അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. ആ ഒരു സ്നേഹം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കാര്യങ്ങളെല്ലാം. ആ സ്നേഹത്തിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിചരാചരങ്ങളോടുള്ള സ്നേഹമുണ്ടാകുന്നത്. ആ സൃഷ്ടിചരാചരങ്ങൾ എന്ന് പറയുമ്പോൾ അതിലെല്ലാവരും പെടുന്നു. ഇന്ന് ലോകം ഭീതിതമായി കാണുന്ന ഒരു ഈഗോ, അത് നാഷണൽ ഈഗോയാണ്. ഒരു രാജ്യത്തിൻ്റെ ഈഗോ തുടങ്ങുന്നത് ഒരു വ്യക്തിയുടെ ഈഗോയിൽ നിന്നാണ്. അഥവാ ഒരു വ്യക്തി മോശമാകുമ്പോഴാണ് രാജ്യം തന്നെ മോശമായിട്ട് ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. സത്യത്തിൽ ആ രാജ്യം മോശമായിരിക്കില്ല, പക്ഷെ ആ വ്യക്തിയുടെ ഈഗോ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഈഗോ അത് ചില രാജ്യങ്ങളിലേക്ക് അതിക്രമമായി വരുന്നത് പോലും അവൻ്റെ നഫ്സുൽ അമ്മാറയുടെ ഭാഗമായിട്ടാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. അഥവാ ആളുകളെ കണക്കാക്കാതെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മനസ്സിലാക്കാതെ, സാമൂഹിക വ്യവസ്ഥിതി മനസ്സിലാക്കാതെ, സാമ്പത്തിക നിജസ്ഥിതി മനസ്സിലാക്കാതെ തൻ്റെ ഈഗോ നടപ്പിലാക്കാൻ വേണ്ടി രാജ്യങ്ങളോട് മുട്ടുന്നത് പോലും ഈ ഈഗോയിൽ നിന്ന് പുറപ്പെടുന്നതാണ്. രാജ്യത്തിന് സ്വന്തമായിട്ടൊരു ഈഗോ ഇല്ല, ഒരു നെഗറ്റീവ് ഈഗോ ഇല്ല. ആ രാജ്യത്തിൻ്റെ ഈഗോ ഒരു വ്യക്തിയുടേതായി മാറുമ്പോഴാണ്, അല്ലെങ്കിൽ വ്യക്തിയുടെ ഈഗോ ഒരു രാജ്യത്തിൻ്റെ തകർച്ചയായി മറ്റ് രാജ്യങ്ങളെ തകർക്കാൻ വേണ്ടി പോകുമ്പോൾ ഈഗോ എന്ന് പറയുന്നത് വലിയൊരു കാര്യമായി നമ്മൾ കാണും. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കുത്തകയായ ഒരു രാജ്യത്തിൻ്റെ ഒരു മനുഷ്യന് തോന്നിയിട്ടുള്ള ഒരു ഈഗോയാണ് ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഈ ഒരു വിഭ്രാന്തി. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ ഈഗോ നമ്മുടെ വിധാനത്തിനനുസരിച്ച് മോശമായാൽ അത് നമ്മുടെ കുടുംബത്തിൽ എഫക്റ്റ് ചെയ്യും, നമ്മുടെ ബന്ധങ്ങളിൽ എഫക്റ്റ് ചെയ്യും,
സാമൂഹ്യ വ്യവസ്ഥിതിയിൽ എഫക്റ്റ് ചെയ്യും, രാഷ്ട്രീയ ജീവിതത്തിൽ എഫക്റ്റ് ചെയ്യും. ഇങ്ങനെ എവിടേക്ക് നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടോ അവിടെ എല്ലാം മോശമായി തീരും. ആ നഫ്സുൽ അമ്മാറ അങ്ങനെയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ ഒരു സൂറത്തിൽ നമുക്കറിയാം, സൂറത്ത് യൂസുഫിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇന്ന നഫ്സുൽ അമ്മാറത്തും ബിസ്സൂ, തൻ്റെ വൃത്തികേടിലേക്ക് ക്ഷണിക്കുന്ന ആത്മാവ് എന്നാണ്, അഥവാ മോശത്തരത്തിലേക്ക് തന്നെ വിളിക്കുന്ന, തന്നെ ക്ഷണിക്കുന്ന ആത്മാവ്. ആ ആത്മാവാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകൾ മാത്രം നടക്കും. പക്ഷെ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് ഹൃദയം തന്നുകൊണ്ടാണ്. ആ ഹൃദയത്തിൽ എപ്പോഴും ഒരു സൂക്ഷ്മതയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഹൃദയം എന്ന് പറയുന്നത് അങ്ങോട്ടിങ്ങോട്ടും ചാഞ്ചാട്ടമുള്ളതാണ്, എപ്പോഴും ചാഞ്ചാടിക്കൊണ്ടിരിക്കും. ഇൻകലബ എൻകലിബു ഇൻകിലാബുൻ ഫഹുവ മുൻകലിബുൻ എന്നാണ്. അതിൽ നിന്നാണ് കൽബ് എന്ന വാക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതങ്ങോട്ടിങ്ങോട്ടും ചാഞ്ചാടുന്നതാണ്. ചിലപ്പോൾ ഇങ്ങോട്ടാകും, ചിലപ്പോൾ അങ്ങോട്ടാകും. തെറ്റുകൾ ചെയ്യും, പിന്നെ പശ്ചാത്തപിക്കും. അങ്ങനെ തെറ്റ് ചെയ്ത് തൻ്റെ മനസാക്ഷിയെ എപ്പോഴും ഇങ്ങനെ വ്യസനത്തോടു കൂടി കാണുന്ന, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന മനസ്സിനെയാണ് വിശുദ്ധ ഖുർആൻ നഫ്സുൽ ലവ്വാമ എന്ന് വിളിച്ചിട്ടുള്ളത്. തഫ്സീർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നഫ്സുൽ ലവ്വാമ എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരത്തെ അല്ലെങ്കിൽ തൻ്റെ മനസാക്ഷിയെ കുറ്റപ്പെടുത്തുന്നവനെന്നാണ്. താൻ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന ബോധമുള്ളവനെയാണ്, അല്ലെങ്കിൽ ആ ബോധത്തിൻ്റെ തുടക്കമുള്ളവനെയാണ്. അത് ഹൃദയവുമായിട്ടാണ് അതിൻ്റെ ബന്ധം. എപ്പോഴും മനുഷ്യൻ്റെ ഹൃദയത്തിന് ശരീരത്തേക്കാൾ പ്രാധാന്യം കൊടുത്താൽ അവിടെ സ്നേഹം ജനിക്കും, അവിടെ ഒരുപാട് ആളുകളുള്ള ബന്ധങ്ങൾ ജനിക്കും, അവിടെ ദയയും കാരുണ്യവും ദീനാനുകമ്പയും സഹവർത്തിത്വവും ഒക്കെ ഉണ്ടാകും. ശരീരത്തിൻ്റെ ഇച്ഛയ്ക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ സ്വന്തം പിതാവിനെ കുത്തിമലർത്തിയിട്ടെങ്കിലും മകൻ സമ്പത്ത് അടിച്ചു മാറ്റുന്ന അവസ്ഥയിലേക്ക് എത്തും. കാരണം അവനാവശ്യം ശരീരത്തിൻ്റെ ഇച്ഛകൾ മാത്രമാണ്. എന്നാൽ തനിക്ക് സമ്പത്തിനേക്കാൾ എല്ലാം വലുത് തൻ്റെ പിതാവാണെന്ന തോന്നലുണ്ടാകണമെങ്കിൽ അവൻ്റെ ഹൃദയം ഒന്ന് ജന്മമെടുക്കണം, അല്ലെങ്കിൽ ആ ഹൃദയത്തിൽ പല തോന്നലുകളും ഉണ്ടാകണം. അപ്പോൾ ചുരുക്കത്തിൽ ആ ഹൃദയം പിന്നീട് അതിനും അപ്പുറത്തേക്ക് കയറുമ്പോഴാണ് ആത്മാവിൻ്റെ വിധാനത്തിലേക്ക് തൻ്റെ ഹൃദയത്തിൻ്റെയും ശരീരത്തിൻ്റെയും അവസ്ഥ എത്തുന്നതിൻ്റെ പേരാണ് തെസ്കിയത്ത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ തെസ്കിയത്ത് ക്യാമ്പാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ തെർബിയത്ത് എന്ന് പറഞ്ഞാൽ വേറെയാണ്, തെസ്കിയത്ത് എന്ന് പറഞ്ഞാൽ വേറെയാണ്. തെർബിയത്ത് ശരീരത്തിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള ജൈത്രയാത്രയുടെ പേരാണ് തെർബിയത്ത്. ഈ ഹൃദയത്തിൽ നിന്നും ആത്മാവിലേക്കുള്ള ജൈത്രയാത്രയുടെ പേരാണ് തെസ്കിയത്ത്. ഞാനിതൊരു ഫിലോസഫിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ അല്ല, എൻ്റെ വകയായിട്ട് പറയുകയല്ല. അഥവാ ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്നാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. തെസ്കിയത്ത് ലഭിച്ചവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ്. ആ മൂന്നാമത്തെ വിധാനത്തിലേക്ക് കയറുമ്പോൾ നമ്മുടെ മനസ്സ് മുത്തുമഇന്നയിലേക്ക് എത്തും. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തുമഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ എന്ന് പറയുന്ന ആ സുന്ദരമായ ആത്മാവ്, സംതൃപ്തിയടഞ്ഞ ആത്മാവ് എന്ന ലോകത്തിലേക്ക് നമ്മൾ എത്തും. ഇത് നമ്മളായിട്ട് ഡിസൈൻ ചെയ്യേണ്ടതാണ്. അള്ളാഹു ഇതിൻ്റെ വിധാനത്തെ വെച്ചുവെങ്കിൽ അതിൻ്റെ അധ്വാനം നമുക്കാണ്. അള്ളാഹു അതിലേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരണമെങ്കിൽ നമുക്കൊരു കണക്ഷൻ ഉണ്ടാകണം. ഇല്ലെങ്കിൽ എന്താകും? എല്ലാം വിച്ഛേദിക്കപ്പെടും. ഒരു നാട്ടിലൊരു മരമുണ്ടായിരുന്നു. നിങ്ങൾ ഉദാഹരണം ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. ഒരു വടുല വൃക്ഷം, ഒരുപാട് ആളുകൾക്ക് തണലേകിയിരുന്ന വൃക്ഷം. ആ വൃക്ഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഷ്ജാറുഹ എന്ന് പറയുന്ന ആ മരമുണ്ടല്ലോ, അത് ഫിസ്സമാ, അല്ലെങ്കിൽ അത് ആകാശലോകത്തിലാണ്. പക്ഷെ അതിൻ്റെ നാരായ വേര് അവിടേക്കാണ് പോയിട്ടുള്ളത്, അത് ഭൂമിയിലേക്കാണ്. ആ വേരറ്റു കഴിഞ്ഞാൽ മരത്തിൻ്റെ എല്ലാ പ്രഭാവങ്ങളും മറ്റുപോകും. നമുക്ക് എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല. അതാണ് ഒരു നാട്ടിലൊരു മരം. ആ മരത്തിലേക്ക് ഒരുപാട് ആളുകൾ വരുമായിരുന്നു, കുട്ടികൾ കളിക്കുമായിരുന്നു, യുവാക്കൾ സ്വറ പറഞ്ഞിരിക്കുമായിരുന്നു, കാരണവന്മാർ അവരുടെ തീർപ്പുകൾ കൽപ്പിക്കുമായിരുന്നു, ഒരുപാട് വഴിയാത്രക്കാർ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള വിശ്രമങ്ങളും അവിടെ തീർക്കുമായിരുന്നു. അങ്ങനെയുള്ള സുന്ദരമായൊരു നാട്ടിലെ എല്ലാവർക്കും പേര് കേട്ട മരം. ആ മരത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂക്കളാണ്, അതിൻ്റെ ഫലങ്ങളാണ്. ആ ഫലങ്ങളെ നമുക്ക് അഖ്ലാഖ് എന്ന് വിളിക്കാം. അതാണ് ഒരു മനുഷ്യൻ്റെ സ്വഭാവം. ആ മരത്തിൻ്റെ പ്രകൃതം, യഥാർത്ഥ സ്വഭാവം ആ ഫലങ്ങൾ തരിക എന്നതാണ്. ഫ്രൂട്ട്സ് ഇല്ലാത്ത ഫലങ്ങളെ അല്ലെങ്കിൽ അങ്ങനത്തെ വൃക്ഷങ്ങളെ അധികമാരും ശ്രദ്ധിക്കാറില്ല. ഫ്രൂട്ട്സിനെയാണ്. നമ്മളൊരു മാമ്പഴം വെച്ചാൽ മാമ്പഴം തരുന്നില്ല എങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വെട്ടിമാറ്റി എന്നിരിക്കും. അപ്പോൾ ഫ്രൂട്ട്സ് തരിക എന്നതാണ്, ഫ്രൂട്ട്സാണ് നമുക്ക് ലക്ഷ്യം. ആ ലക്ഷ്യം അത് നമ്മുടെ അഖ്ലാഖാണ്, സൽസ്വഭാവമാണ്. ആ സൽസ്വഭാവത്തിന് പ്രത്യേക ലിമിറ്റേഷൻസ് ഇല്ല. എല്ലാ മതക്കാരോടും എല്ലാ ജാതിക്കാരോടും എല്ലാ മനുഷ്യരാശിയോടും ഇഴജന്തുക്കളോടും എല്ലാവരോടും തോന്നുന്ന നമ്മുടെ ദയയും കാരുണ്യവും എല്ലാം ആ അഖ്ലാഖിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ഒരു മുസൽമാൻ അതിൻ്റെ മൂർധന്യതയിലേക്ക് കയറുമ്പോൾ, അവൻ്റെ ആത്മീയ തലത്തിലേക്ക് വിധാനത്തിലേക്ക് കയറുമ്പോൾ, തസ്കിയത്തിൻ്റെ ലോകത്തിലേക്ക് കയറുമ്പോൾ, എല്ലാ സൃഷ്ടിചരങ്ങളും ഈ കാണുന്ന മുഴുവൻ പ്രാപഞ്ചിക പ്രാതിഭാസികതകളും 7 ആകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം എൻ്റെ അള്ളാഹുവിൻ്റെതാണ്, അതിലൊരു അണുവിനെ പോലും നോവിക്കരുത് എന്ന അവസ്ഥയിലേക്ക് അവൻ്റെ അഖ്ലാഖ് മാറി തുടങ്ങും. ആ ഒരു അഖ്ലാഖ് കഴിഞ്ഞാൽ പിന്നെ അവനുണ്ടാകുന്നത് ഏറ്റവും മനോഹരമായ അതിൻ്റെ പ്രകൃതങ്ങളാണ്.
അഥവാ അവൻ്റെ സാംസ്കാരിക ജീവിതമാണ്. ആ സാംസ്കാരിക ജീവിതത്തേക്കാൾ ഉദാത്തമായത് അവൻ്റെ സ്വഭാവമാണ്. സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ചീത്ത വിളിച്ചവനോടും അങ്ങോട്ട് നല്ല രീതിയിൽ വർത്തിക്കുക എന്നത് നല്ല സ്വഭാവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമീൻ എന്ന് വിളിച്ചവർ തന്നെ മജ്നൂൻ എന്ന് വിളിച്ചിട്ടുണ്ട്, കദ്ദാബ് എന്ന് വിളിച്ചിട്ടുണ്ട്. കള്ളനെന്നും ഭ്രാന്തനെന്നും വിളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വൃത്തികെട്ട പദമാണ്. ഒന്ന് കദ്ദാബ്, അഥവാ അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലനേഷൻ ഉണ്ട്. അഥവാ മാനസിക നില തെറ്റിയാൽ അങ്ങേയറ്റത്തെ ഭ്രാന്തനും, മാനസിക നില ഉള്ള ആൾക്ക് ഏറ്റവും വൃത്തികെട്ട പദം കള്ളൻ എന്ന വാക്കുമാണ്. കക്കുന്നവൻ എന്നല്ല, കളവ് പറയുന്നവൻ എന്ന വാക്കുമാണ്. അപ്പോൾ ഒരു മജ്നൂൻ എന്നും കദ്ദാബ് എന്നും വിളിച്ചിട്ടുള്ള ആളുകൾ അവരെ ഒരിക്കലും തിരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കദ്ദാബ് എന്നോ മജ്നൂൻ എന്നോ വിളിച്ചിട്ടില്ല. നീയാണ് മജ്നൂൻ എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹു ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലും സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെയും വൃത്തികെട്ട പദങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അത് റസൂലുള്ളാഹിയുടെ പ്രകൃതത്തിൽപ്പെട്ടതല്ല. ആ ഒരു പ്രകൃതം അതിങ്ങനെ നാരായ പേര് അടിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും ശക്തമായി നമ്മൾ കാണുന്നത് എന്താണ്? ഈ കാണുന്ന അതിമനോഹരമായ നമ്മുടെ പ്രകൃതം അഥവാ അഖ്ലാഖ്, അത് പിന്നീട് അതിൻ്റെ താഴോട്ട് വരുമ്പോൾ ആളുകളോടുള്ള സംസ്കാരം. ആ സംസ്കാരം എന്ന് പറഞ്ഞാൽ പൊതുവായ ഒരു കാര്യമാണ്. അതിൻ്റെ താഴേക്ക് വരുമ്പോൾ സാമ്പത്തിക രംഗത്തിലെ സൂക്ഷ്മത, അതതിൻ്റെ ശിഖിരങ്ങളാണ്. അതിമനോഹരമായ പന്തലിച്ച് നിൽക്കുന്ന ശിഖിരങ്ങളെയാണ് സാമൂഹിക വ്യവസ്ഥതയിൽ സാമ്പത്തിക രംഗം എന്ന് പറയുന്നത്. അതെല്ലാ മനുഷ്യരിലേക്കും എത്താനുള്ളതാണ്. ചില ആളുകളൊക്കെ ചിലപ്പോൾ എടങ്ങേറായി പറയാറുണ്ട്, അഥവാ മുസ്ലിങ്ങളെ മാത്രമല്ലേ സഹായിക്കും, അത് സക്കാത്തുമായി ബന്ധപ്പെട്ടിട്ടാണ്. പിന്നെയുമുണ്ട് സദക്കയുണ്ട്, ദൈനുണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, ഈ പറയുന്ന രീതിയിൽ മറ്റുള്ള കൊടുതികളുണ്ട്, ഹദിയയുണ്ട്. ഈ ഹദിയ എന്ന് പറഞ്ഞാൽ ആർക്കും കൊടുക്കാനുള്ളതാണ്. അത് എല്ലാ ജാതിക്കാർക്കും കൊടുക്കാം, എല്ലാ മതക്കാർക്കും കൊടുക്കാം, ഏത് രാജാവിനും കൊടുക്കാം. ഞാൻ ചുരുക്കി പറയുന്നത്, ആ കാണുന്ന സാമ്പത്തിക രംഗം കഴിഞ്ഞാൽ പിന്നെ മുആശറാത്തും കഴിഞ്ഞ് മുആമലാത്തും കഴിഞ്ഞാൽ നേരെ വരുന്നത് ഇബാദത്ത് എന്ന് പറയുന്ന കണക്ഷനിലേക്കാണ്. അതൊരു വലിയ തടിമരമായി നമ്മൾ കാണുന്നതാണ് ഇബാദത്ത്. ഒരു മനുഷ്യനെ വിലയിരുത്തുന്നത് അവൻ്റെ ഈ പ്രകൃതം കണ്ടുകൊണ്ടാണ്. പക്ഷേ ഒരു മനുഷ്യനെ വിലയിരുത്താൻ കഴിയാതെ പോകുന്നത് ഈ നാരായ പേരാണ്. അത് പറയാനാണ് ഞാൻ ആമുഖം ഇത്രയും നീട്ടി പറഞ്ഞത്. അഥവാ നാരായ പേര് എന്ന് പറഞ്ഞാൽ അതില്ല എങ്കിൽ ഈ ഇബാദത്തുമില്ല, മുആമലാത്തുമില്ല, മുആശറാത്തുമില്ല, അഖ്ലാഖുമില്ല. ആ നാരായ പേരിനെയാണ് തൗഹീദ് എന്ന് വിളിക്കുന്നത്. അഥവാ പുറത്തേക്ക് കാണാത്ത എന്നാൽ പ്രത്യക്ഷമായി ഇബാദത്തിലൂടെ, മുആമലാത്തിലൂടെ, മുആശറാത്തിലൂടെ, അഖ്ലാഖിലൂടെ ഒരു മനുഷ്യനെ കാണുന്ന നാരായ പേരിൻ്റെ പേര് തൗഹീദ് എന്നാണ്. അള്ളാഹുവോടുള്ള ബന്ധം എന്നാണ്. ആ അള്ളാഹുവോടുള്ള ബന്ധം എപ്പോഴാണോ ചീഞ്ഞു നാറുന്നത്, അതോടുകൂടി അവൻ്റെ സംസ്കാരത്തിനും ചീഞ്ഞു നാറലുകൾ വരും. അവൻ്റെ സാമ്പത്തിക രംഗത്തിലും അവൻ്റെ പ്രകൃതത്തിലും അവൻ്റെ സ്വഭാവത്തിലും എല്ലാം അത് നിഴലിച്ച് കാണും. അതുകൊണ്ടാണ് ആ നാട്ടിലെ മരത്തെക്കുറിച്ച് പറഞ്ഞത്. കുറേ ആളുകൾ വന്നിട്ട് പറഞ്ഞു, നമുക്കൊരു കമ്മിറ്റി ഉണ്ടാക്കാം. എന്നിട്ട് ആദ്യം പൊഴിയാൻ തുടങ്ങിയത് സത്യത്തിൽ പൂക്കളാണ്. അതുകൊണ്ട് നമുക്ക് പൂക്കമ്മിറ്റി ഉണ്ടാക്കാം. അങ്ങനെ അവരൊരു പൂക്കമ്മിറ്റി ഉണ്ടാക്കി. പൂക്കമ്മിറ്റിക്ക് ഒരു സെക്രട്ടറി, പൂക്കമ്മിറ്റിക്ക് ഒരു പ്രസിഡന്റ്, പൂക്കമ്മിറ്റി ട്രഷറർ, ഒരുപാട് കമ്മിറ്റി അംഗങ്ങൾ. അവരെല്ലാവരും കൂടിയിട്ട് എവിടെ നിന്നൊക്കെയോ കുറച്ച് പൂക്കൾ കൊണ്ടുവന്നിട്ട് ആ മരത്തിൽ പതിപ്പിച്ചു, അല്ലെങ്കിൽ പറ്റിപ്പിടിപ്പിച്ചു. പക്ഷേ വെയിലത്ത് വാടും, മഴയത്ത് ചെയ്യും, കാറ്റത്ത് പാറും. ഇത് പ്രകൃതിയുടെ രമ്യതയാണ്. ഈ മൂന്ന് കാര്യങ്ങൾ വന്നിട്ട് പൂക്കളെല്ലാം പൊഴിഞ്ഞു പോയി, അതെല്ലാം ചീഞ്ഞു പോയി, കാറ്റത്ത് പാറിപ്പോയി. പിന്നീട് ആളുകൾ കൂടിയിട്ട് പറഞ്ഞു, അതല്ല നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാംസ്കാരിക പരതയാണ്. അതുകൊണ്ട് നമുക്ക് ശിഖിര കമ്മിറ്റി ഉണ്ടാക്കാം. അങ്ങനെ കൊമ്പുകൾക്ക് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അതിനൊരു സെക്രട്ടറി, അതിനൊരു പ്രസിഡന്റ്, അതിനൊരു ട്രഷറർ, അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ട് അവസാനം അവർ കുറേ ശിഖിരങ്ങളൊക്കെ കൊണ്ടുവന്ന് പിടിപ്പിച്ചപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഇതേപോലെ കാറ്റത്ത് പാറി, വെയിലത്ത് കരിഞ്ഞു, മഴയത്ത് ചീഞ്ഞു. ഇങ്ങനെ മൂന്ന് പ്രകൃതത്തിലൂടെ അതില്ലാതെയായി. അവസാനം പറഞ്ഞു, അതല്ല, നമുക്ക് ആവശ്യം ഇബാദത്തുകൾ ഉണ്ടാക്കലാണ്. അതിശക്തമായ നിസ്കാരവും നോമ്പും സക്കാത്തും ഉണ്ടാക്കി നല്ല രീതിയിൽ ആളുകളെ ഉണ്ടാക്കി തീർക്കലാണ് എന്ന് പറഞ്ഞ് അതിനു വേണ്ടി ഒരു ഇബാദത്തിനൊരു കമ്മിറ്റി ഉണ്ടാക്കി. അതും പിന്നീട് ഇല്ലാതെയായി. അവസാനമാണ് ഒരു പാവം വയോവൃദ്ധൻ വന്ന് പറയുന്നത്, മക്കളെ, ഇവിടെ ഒരു ചെറിയ കുളമുണ്ടായിരുന്നു, ചെറിയ കുളം. ആ കുളത്തിലേക്ക് നീരുറവകൾ വന്നിരുന്നു. അതിൽ നിന്നാണ് ഇതിൻ്റെ നാരായ പേര്. അതിൻ്റെ വെള്ളവും വളവും വലിച്ചൂട്ടിയെടുത്തിരുന്നത്. എടുത്തിരുന്ന ആ സാധനം പിന്നീട് എങ്ങനെയോ മലീമസമായി, അഥവാ കുളത്തിലേക്ക് ചളിവെള്ളങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴാണ് ഈ വേര് ഇല്ലാതെയാകാൻ തുടങ്ങിയത്, അത് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് പൂക്കൾ പൊഴിയാൻ തുടങ്ങിയത്, അപ്പോഴാണ് ഫലങ്ങൾ കൊഴിയാൻ തുടങ്ങിയത്, അപ്പോഴാണ് ശിഖിരങ്ങൾ ഇല്ലാതെയാകാൻ തുടങ്ങിയത്. ഒരുപാട് ആളുകൾ വന്നു, പക്ഷെ ആരും കേട്ടില്ല. കാണുന്ന കാര്യത്തിൽ പ്രവർത്തിച്ചതിന് ശേഷം പിന്നെ കാണാത്തതിലാണോ നമ്മൾ പ്രവേശിക്കേണ്ടത് എന്നതാണ്. കാണാത്തതിലാണോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന ചിന്താഗതി. 3-4 ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരെ നമ്മൾ ഇതിൻ്റെ പരിപാടിയായതുകൊണ്ട് വിളിച്ചോട്ടെ ISM എന്ന്. ആ ചെറുപ്പക്കാർ വന്നിട്ട് പറഞ്ഞു,
അല്ലെങ്കിൽ ദീനുള്ള കുട്ടികൾ വന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ പ്രശ്നം അതല്ല, ആ പ്രശ്നം ഇങ്ങനെ നാരായ വേരായി അടിയിലേക്ക് പോയപ്പോൾ അതിലേക്ക് ഉറവകൾ വന്നിരുന്നു. ആ ഉറവകൾ എന്ന് പറയുന്നത് അവൻ്റെ ചിന്തയാണ് 1, അവൻ്റെ കാഴ്ചയാണ് 2, അവൻ്റെ കേൾവിയാണ് 3, അവൻ്റെ നാക്കിൻ്റെ സംസാരമാണ് 4. ഇത് 4ഉം ചെന്നവസാനിക്കുന്ന ഹൃദയം. ആ ഹൃദയത്തിന് കേടുപാട് വരുമ്പോൾ ഉറപ്പായിട്ടും അവൻ്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും, അവൻ്റെ ഇബാദത്തുകൾ നഷ്ടപ്പെട്ടു പോകും, മുആമലാത്തും മുആശറാത്തും അഖ്ലാഖും എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. അപ്പോൾ സത്യത്തിൽ ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഖുർആനുമായി കണക്ഷൻ വേണോ, നമുക്ക് സൊസൈറ്റിയുമായി കണക്ഷൻ വേണോ, നമുക്ക് രാജ്യവുമായി കണക്ഷൻ വേണോ, ആദ്യം നമ്മുടെ കണക്ഷൻ ഉണ്ടാകേണ്ടത് അള്ളാഹുവോടുള്ള ബന്ധമാണ്. അള്ളാഹുവോടുള്ള കണക്ഷനാണ് ഏറ്റവും ശക്തമായിട്ട് നമുക്കുണ്ടാകേണ്ടത്. അതിന് അമ്മാറയിൽ നിന്ന് ലവ്വാമയിലേക്കും, ലവ്വാമയിൽ നിന്ന് മുത്തുമഇന്നയിലേക്കും നമ്മൾ കയറണം. ആ മുത്തുമഇന്നയിലേക്ക് കയറിയവർക്ക് എപ്പോഴും ഒരു സുന്ദരമായൊരു വിധാനമുണ്ടാകും. ഏകഛത്രാധിപതിയായ അള്ളാഹുവോടൊരു വല്ലാത്ത കണക്ഷൻ ഉണ്ടാകും. ആ കണക്ഷൻ ഇല്ലാതെ നമ്മുടെ കുടുംബജീവിതം എത്ര നന്നാക്കിയാലും ഈ നാരായ വേര് അറ്റുപോയിട്ട് അവസാനം ചീഞ്ഞു കളിക്കുന്ന കുടുംബം പോലെ നമ്മുടെ കുടുംബമായി തീരുന്നത് നമുക്ക് ജീവിതത്തിൽ കാണേണ്ടി വരും. സൊസൈറ്റിയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ സൊസൈറ്റി അവരൊക്കെ നല്ലവരാണെങ്കിൽ പോലും നമ്മളെ കൊണ്ട് സൊസൈറ്റി പോലും ചീഞ്ഞു നാറുന്നൊരവസ്ഥയിലേക്ക് വരും. കാരണം നമ്മുടെ നാരായ വേരിൻ്റെ കണക്ഷൻ അറ്റുപോയിരിക്കുന്നു. തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് ശക്തമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. യഥാർത്ഥമായ അള്ളാഹുവോടുള്ള ബന്ധം നമ്മൾ ഉണ്ടാക്കി തീർക്കുമ്പോഴാണ് നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ സാമൂഹിക ജീവിതം, സാംസ്കാരിക ജീവിതം, സാമ്പത്തിക ജീവിതം, എല്ലാ ജീവിതവും നമുക്ക് അസലായി തീരുന്നത്, യാഥാർത്ഥ്യമായി തീരുന്നത് അള്ളാഹുവോടുള്ള ഈ ബന്ധം സൃഷ്ടിക്കുമ്പോൾ മാത്രമാണ്. എന്താണ് അള്ളാഹുവോടുള്ള ബന്ധം? ആ അള്ളാഹുവോട് ബന്ധം അതിശക്തമാകണം. ബാക്കിയെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്നും അള്ളാഹു മാത്രമാണ് ജഗന്നിയന്താവ് എന്നും യഥാർത്ഥമായി നമ്മൾ വിശ്വസിക്കണം. തൗഹീദിന് 3 ബാബുകളുണ്ട്. ഞാൻ ബസറയിലേക്ക് ഈത്തപ്പഴം കേട്ടുകയല്ല, നിങ്ങളതറിയുന്നവരാണ്, എന്നാൽ ഒന്ന് ഉണർത്തുപാട്ടാണ്. തൗഹീദിന് 3 ബാബുകളുണ്ട്. അത് നമ്മുടെ മനസ്സിൻ്റെ വിധാനത്തിനനുസരിച്ചാണ് നമുക്ക് മനസ്സിലാവുക. അത് ആവർത്തിച്ച് പറയേണ്ടുന്ന കാര്യമാണ്. ഒന്നാമത്തത് ഗൈറ മുത്തഹർരിക് എന്ന് പറയുന്നതാണ്. എന്താ ഗൈറ മുത്തഹർരിക്? ചലിക്കാത്ത വസ്തുവിൽ നിന്നുള്ള മോചനമാണ്. ചലിക്കാത്ത വസ്തു എന്ന് പറഞ്ഞാൽ ഈ പേജ് ഒരു ചലിക്കാത്തതാണ്, ഈ പേജും ചലിക്കാത്തതാണ്, മൈക്ക് ചലിക്കാത്തതാണ്, ഈ കാണുന്ന വസ്തുക്കളൊക്കെയും ചലിക്കാത്തതാണ്. ആ ചലിക്കാത്ത വസ്തുവിൽ നിന്ന് മോചനം നേടുക എന്നത് ഫ്രീ ഫ്രം എന്നതാണ്. അൺമൂവബിൾ അഥവാ ഇമ്മൂവബിൾ ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്ന് നമ്മൾ മെല്ലെ ഇങ്ങോട്ട് മോചിക്കുക. അത് നമുക്ക് സാധിക്കും. ഉദാഹരണത്തിന് നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹാരാധന എന്ന് പറയുന്നത് നല്ലതല്ല. നമ്മളതിലേക്ക് പോകില്ല, കാരണം അതുകൊണ്ടൊന്നും നടക്കില്ല എന്ന വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. അതാണ് യാഥാർത്ഥ്യമായ നമ്മുടെ യഖീൻ. ചലിക്കാത്ത വസ്തുക്കളെ കൊണ്ടൊന്നും നടക്കില്ല. ഇതായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ആദ്യമേ ഉണ്ടായ ചിന്ത. ഈ കാണുന്ന ഒന്നുകൊണ്ടും ഒന്നും നടക്കില്ല. തൻ്റെ പിതാവ് ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നു. തൻ്റെ മാതാവ് അതിനുവേണ്ടി ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നു തൻ്റെ പിതാവിന്. രാജാവാകട്ടെ അതിനെ ഏറ്റവും നല്ല രീതിയിൽ ആളുകളുടെ മുമ്പിൽ പ്രൊമോട്ട് ചെയ്യുന്നു. പക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ വിശ്വാസം ഇതുകൊണ്ടൊരു കാര്യം നടക്കുകയില്ല എന്നാണ്. അത് ആദ്യത്തെ ബാബാണ് തൗഹീദിന്റെ ആദ്യത്തെ ബാബിനെ ഗൈറ മുത്തഹർരിക്, പടച്ചോനുമായിട്ടുള്ള ബന്ധത്തിന്റെ ആദ്യത്തെ പടി ചലിക്കാത്ത വസ്തുവിൽ നിന്നുള്ള മോചനമാണ്. പിന്നീട് ചലിക്കുന്ന വസ്തുവിൽ നിന്നുള്ള മോചനം കിട്ടണമെങ്കിൽ കുറച്ചും കൂടി പണിയാണ്, കുറച്ചും കൂടി നമ്മൾ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളെ പ്രയാസപ്പെടുത്തുന്ന, നമുക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ചലിക്കുന്ന വസ്തുക്കളിലും ഉള്ള യഖീനെ ഇല്ലാതെയാക്കുക എന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടാക്കിയത് അതാണ്. അള്ളാഹുവോടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ആദ്യം ചലിക്കുന്ന വസ്തു കണ്ടപ്പോൾ, സൂര്യനെ കണ്ടപ്പോൾ പറഞ്ഞു ഹാദാ റബ്ബി, അതെൻ്റെ റബ്ബാണെന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് അത് അസ്തമയ സന്ധ്യാരാഗം നീട്ടിയപ്പോൾ ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അല്ല, അതെൻ്റെ റബ്ബല്ല എന്ന്. ചന്ദ്രനെ കണ്ടപ്പോൾ പറഞ്ഞു മൂവബിളാണ്, ചലിക്കുന്നത് പോലെ കണ്ടപ്പോൾ അതെൻ്റെ റബ്ബാണ് എന്ന്. ഒന്നുമല്ല, എൻ്റെ റബ്ബ് ആരാണ്? ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് പ്രഖ്യാപിക്കുന്നത് എവിടെയാണ്? ഞാനൊരിക്കലും ശിർക്ക് ചെയ്യുന്നവനല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവോടുള്ള ബന്ധമാണ് ഉണ്ടാകേണ്ടത്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടല്ല. വസ്തുക്കളും വ്യക്തികളും ശക്തികളും അവസ്ഥകളുമെല്ലാം അള്ളാഹുവോടുള്ള ബന്ധമാണ് തീർക്കുന്നത് എന്നതാണ്. ആ അള്ളാഹുവോടുള്ള ബന്ധം, ആ ശക്തികളും വ്യക്തികളും അവസ്ഥകളുമെല്ലാം സത്യത്തിൽ എന്താണ്? അള്ളാഹുവോടുള്ള ബന്ധം അവരെ നിലനിർത്തുന്നു എന്നതല്ലാതെ അവരോടുള്ള ബന്ധം നമുക്കുണ്ടാകാൻ പാടില്ല എന്നതാണ്. അവർ പോലും അള്ളാഹുവിനെ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. വശംസു എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് കൊണ്ടാണ്.
തീർച്ചയായിട്ടും സൂര്യനും ചന്ദ്രനും അതിന്റെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒരിക്കലും സൂര്യചന്ദ്രാദികൾ സ്വന്തമായിട്ട് ചലിക്കുകയല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സൂര്യന്റെ വലിപ്പം എത്രയാണ്? ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പമാണ്. 13 ലക്ഷം ഇരട്ടി വലിപ്പമാണ് ഈ കാണുന്ന ഭൂമിയേക്കാൾ സൂര്യന്റെ വലിപ്പം എന്ന് ശാസ്ത്രം പറയുന്നു. ആ സൂര്യനാകട്ടെ ദ സ്മാളസ്റ്റ് സ്റ്റാർ ഇൻ ദിസ് യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ചെറിയ നക്ഷത്രം സൂര്യനാണെന്ന് അതേ സയൻസ് തന്നെ പറയുന്നു. അപ്പൊ താരാപഥങ്ങളും ക്ഷീരപഥങ്ങളും കൊള്ളിമീനുകളും ഉൽക്കകളും ഈ കാണുന്ന വ്യൂഹങ്ങളും ലാഹൂത്തും ജബറൂത്തും മലക്കൂത്തും അലമൂത്തും ആലമുൽ അംറും ആലമുൽ മിസാലും മലഉൽ അലയും അടങ്ങുന്ന ഈ കാണുന്ന സമാവാത്തിന്റെ വലിപ്പം എത്രയാകാം? ആ മുഴുവൻ കാണുന്ന എല്ലാം കൂടെ എന്റെ കുർസിയുടെ മുമ്പിൽ അതിനേക്കാൾ വലുതാണ് എന്റെ സിംഹാസനം എന്ന് അല്ലാഹു പറയുന്നു. വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെക്കാൾ വിശാലമായതാണ് എന്റെ സിംഹാസനം എന്ന് അല്ലാഹു പറയുന്നു. ഈ ആകാശങ്ങളെ മുഴുവൻ ഒറ്റ കയ്യിലിട്ട് അമ്മാനമാടുമെന്ന് അല്ലാഹു പറയുന്നു. വസ്സമാവാതു മത്വിയാതും ബിയമീനി, ആധിപത്യത്തിന്റെ കരങ്ങളാൽ ഈ കാണുന്ന ആകാശങ്ങളെ ഞാൻ കൈപ്പിടിയിലിട്ട് ചുരുട്ടുമെന്ന്. ആ കൈ എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇത്രയും വലിയ അല്ലാഹുവിന്റെ, ഇത്രയും ശക്തനായ അല്ലാഹുവിന്റെ, ഇത്രയും വലിയ ഫോഴ്സിന്റെ ഒരു കണക്ഷനാണ് നമുക്കുണ്ടാകേണ്ടത്. അത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് എല്ലാവരോടും കണക്ഷനായി ഈ കണക്ഷൻ കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹുവോടുള്ള കണക്ഷനാണ് നമുക്കുണ്ടാകേണ്ടത്. ആ കണക്ഷന് ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും ഇല്ലാതെയാകണം. ഏത്? നമ്മുടെ അഗ്നി ഒരു പക്ഷേ നമ്മളെ വിഭ്രാന്തിപ്പെടുത്തും. ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് ബോധ്യപ്പെടാൻ നമുക്ക് പറ്റണം. ഇതോടൊപ്പം തന്നെ കാറ്റ് ഒരു പക്ഷേ നമ്മളെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം. ചലിക്കുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ, വസ്തുക്കൾ, വ്യക്തികൾ, ശക്തികൾ, അവസ്ഥകൾ, ഇതിൽ ഏതൊക്കെയുണ്ടോ അതെല്ലാം ആ ശക്തികൾ എന്ന് പറയുന്ന മണ്ണാകട്ടെ, വായുവാകട്ടെ, അതേപോലെ തന്നെ വെള്ളമാകട്ടെ, നമ്മൾ പറയുന്ന തീയാകട്ടെ, എല്ലാ സാധനങ്ങളും ശക്തികളാണ്. അതിൽ നിന്നുണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റുകളും ശക്തികളാണ്. മണ്ണിൽ നിന്നാണ് ആയുധങ്ങൾ ഉണ്ടാക്കുന്നത്, മണ്ണിൽ നിന്നാണ് മിസൈലുകളും എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ശക്തികളായാലും ശരി, അഗ്നിയെ പോലെയുള്ള സ്വയം ശുദ്ധീകരിക്കാനും എപ്പോഴും അഗ്നി ശുദ്ധിയോടുകൂടി നിൽക്കുന്ന തീയാണെങ്കിലും ശരി, വായുവാണെങ്കിലും ശരി, ഈ വായുവിൽ നിന്ന് പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും വിഘടിപ്പിച്ചും സംഘടിപ്പിച്ചുമൊക്കെയാണ് ആറ്റം ബോംബുകൾ ഉണ്ടാക്കുന്നത് എന്ന് സയൻസ്. ഈ കാണുന്ന വായുവാകട്ടെ എല്ലാമായാലും അള്ളാഹുവാണ് എൻ്റെ ആധിപനെന്നും അള്ളാഹുവിലേക്ക് മാത്രമേ ഞാൻ തിരിയൂയെന്നും ഇതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണെന്നും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അനുകൂലമായാൽ ഈ വസ്തുക്കളും വ്യക്തികളും ശക്തികളും അവസ്ഥകളും എല്ലാം തനിക്കെതിരായാലും എനിക്ക് എൻ്റെ അള്ളാഹു മാത്രം അനുകൂലമായാൽ മതി എന്നും ഈ കാണുന്ന വസ്തുക്കളും വ്യക്തികളും ശക്തികളും അവസ്ഥകളുമെല്ലാം തനിക്കെതിരായാലും എൻ്റെ അള്ളാഹു മാത്രം എനിക്ക് എതിരാകരുത് എന്നുമാണ് നമ്മുടെ വിശ്വാസം ഉണ്ടാകേണ്ടത്. അള്ളാഹു മാത്രം നമുക്ക് എതിരാകരുത്. അള്ളാഹു എതിരാകുമ്പോൾ മാത്രമാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അള്ളാഹു നമുക്ക് എതിരായി നിൽക്കുമ്പോൾ, നമ്മൾ പലിശയുമായി ബന്ധപ്പെടുമ്പോൾ അവൻ എന്നോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് അള്ളാഹു അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതാണ് പലിശയെ ഇത്രമാത്രം എതിർക്കാനുള്ള കാരണം. ആര് പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുവോ അവൻ എന്നോട് നേരിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇങ്ങനെ തെറ്റുകളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നേരിട്ടുള്ള യുദ്ധത്തിലായിരിക്കും നമ്മൾ അള്ളാഹുവോട് യുദ്ധം ചെയ്താൽ ആര് ജയിക്കാനാണ്? ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഇന്നത്തെ ദിവസത്തിന്റെ ഉടമസ്ഥനായ ആരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം മഹ്ശറ വൻസഭയിൽ മുഴങ്ങുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എല്ലാവരും വന്ദിച്ചു നിൽക്കുന്ന സമയം, കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്കാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അല്ലാഹു അല്ലാത്തതെല്ലാം നശിച്ചു പോകുമെന്ന്, ഇല്ലാതെയായി പോകുമെന്ന് അള്ളാഹു പറയുന്ന വിശുദ്ധ ഖുർആൻ. നമ്മൾ വിശ്വസിക്കുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, നമ്മൾ വിശ്വസിക്കുന്ന മീകായിൽ, നമ്മൾ വിശ്വസിക്കുന്ന അസ്രായിൽ, നമ്മൾ വിശ്വസിക്കുന്ന ഇസ്രാഫീൽ അടക്കമുള്ള എല്ലാ മലക്കുകളും ഇല്ലാതെയാകും. എല്ലാവരും തകർന്ന് തരിപ്പണമാകും. എല്ലാവരും ഇല്ലാതെയായി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഏകഛത്രാധിപതിയും സർവാധിപതിയും സമഗ്രാധിപതിയുമായ അള്ളാഹുവിനെയാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെയോ മുഖറബായ മലക്കിലേക്ക് പോലും പ്രവേശിക്കരുത് എന്ന് പറയുന്ന ഒരു തൗഹീദുണ്ട്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തൗഹീദിനെ നമുക്ക് മാറ്റി പറയാൻ പറ്റൂല. സബ്ജക്റ്റ് നമുക്ക് മാറ്റുന്നത് പോലെ തൗഹീദിന്റെ ബാബുകൾ നമുക്ക് മാറ്റി പറയാൻ പറ്റൂല. അള്ളാഹുവോടുള്ള കണക്ഷൻ നമുക്ക് മാറ്റി പറയാൻ പറ്റൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് 1 കോടി വട്ടം പറഞ്ഞാലും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ലഫ്ലുകൾ അത് തന്നെയാണ്. അവൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി സാക്ഷാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ദാ വന്നു നിൽക്കുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ വന്ന രംഗം വെറുതെ മനസ്സിലൊന്ന് കണ്ടു നോക്കിയാട്ടെ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, 600 ചിറകുകളാൽ വളരെ നിബിഡമായി നിൽക്കുന്ന ഹസ്രത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച്. ഒറ്റ ചിറക് വിരിച്ചപ്പോഴേക്കും ആകാശം മൂടിപ്പോയി എന്ന് എനിക്ക് തോന്നിപ്പോയ മലക്കിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അത്രയും ഭീമാകാരമായ മലക്ക് നേരിട്ട് വന്നിറങ്ങുകയാണ്. ഇൻവിസിബിളായി, മറ്റുള്ളവർക്ക് വിസിബിളായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക്, മറ്റുള്ളവർക്ക് കാണാൻ കഴിയാതെ എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ വന്നുകൊണ്ട് പറയുന്നു, ഞാൻ നിങ്ങളെ സംരക്ഷിക്കാൻ വന്നതാണ് എന്ന്. വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അവിടെ എനിക്ക് സമാധാനമായി നിങ്ങൾ വന്നല്ലോ എന്നല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. ഇത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വഴിയെ പിൻപറ്റണമെന്ന് വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് ആവർത്തിച്ചു പറയുന്നുണ്ട്. ഇത്തബിഉ, ഇത്തഖദു എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി മാറ്റി പറയുന്നു. ഇത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വഴിയെ മുറുകെ പിടിക്കണമെന്ന്. ഇത്താഅത്തല്ല ഇത്തിബാ, ഇത്തബിഉ എന്ന വാക്കാണ്. ഇത്താഅത്ത് എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നാണ്, ഇത്തബിഉ എന്ന് പറഞ്ഞാൽ പിൻപറ്റുക എന്നാണ്. ബ്ലൈൻഡ്ലി ഫോളോ ഹിം, ബ്ലൈൻഡ്ലി ഫോളോ ഹിം, ദാറ്റ് ഈസ് ഇത്തബിഉ. വിശുദ്ധ ഖുർആനിൽ ഇത്താഅത്ത് എന്ന വാക്കുണ്ട്. അത്തിഉർ റസൂല അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക എന്നുണ്ട്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി യുഹിബ്ബുകുമുല്ലാഹ്. അറബിയിലൊക്കെ PhD എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഇവിടെ സുലൈമാനെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട്, സുലൈമാൻ സാഹിബിനെ പോലെയുള്ള. അവരോട് ചോദിച്ചു നോക്കി ഇത്താഅത്തും ഇത്തിബാഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന്. ബ്ലൈൻഡ്ലി ഫോളോ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങേയറ്റത്തെ വിശ്വാസം അതേപോലെ ആയിത്തീരുക എന്നതാണ്. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? എല്ലാറ്റിനെയും മാറ്റിമറിച്ചിട്ട് അവസാനം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും മാറ്റി നിർത്തുകയാണ്. നിങ്ങളും വഴിമാറി നിൽക്കൂ, നിങ്ങളും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്, നിങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറയുന്ന ഒരു ഭാവമുണ്ടല്ലോ. എനിക്ക് എൻ്റെ അള്ളാഹു മതി, ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, എനിക്ക് എൻ്റെ അള്ളാഹു മാത്രം മതി എന്ന് പറയുന്ന കണക്ടിങ് ടു അല്ലാഹ്, കണക്ടിങ് ടു അല്ലാഹ്, അള്ളാഹുവോട് മാത്രമുള്ള ഒരു ബന്ധമാണ്, വേറുള്ളവരോട് ബന്ധമില്ല എന്നല്ല. മലക്കുകളുണ്ട്, അത് നമ്മുടെ വിശ്വാസമാണ്. അവർക്ക് പവർ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ വിശ്വാസമാണ്. കാറ്റുണ്ട്, വിശ്വാസമാണ്. ജിന്നുകളുണ്ട്, വിശ്വാസമാണ്. മനുഷ്യരുണ്ട്, വിശ്വാസമാണ്. മനുഷ്യര് മരിച്ചുപോയവരുണ്ട്, വരാനിരിക്കുന്നവരുണ്ട്, ഇന്നുള്ള 800 കോടിയുണ്ട്, ഇതൊക്കെ നമ്മുടെ വിശ്വാസമാണ്. പക്ഷേ ഓൾ പവർ, ഓൾ മൈറ്റി എന്ന് പറയുന്നത് അള്ളാഹുവാണ്. ഹി ഈസ് omnipotent, ഹി ഈസ് omniscient, അവനാണ് സർവജ്ഞനും, അവനാണ് സകലകാല എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവനും. മുദബ്ബിറുൽ അംർ അവനാണ്, അവനല്ലാതെ ആരാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ അള്ളാഹുവിന്റെ കണക്ഷനിൽ നിന്ന് വിട്ടുപോകുമെന്ന് നമ്മുടെ വിശ്വാസമാണ്. ഇത് അള്ളാഹുവോടുള്ള കണക്ഷന്റെ വ്യത്യാസമാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബത്തിലേക്കുള്ള കണക്ഷൻ ഈ വിശ്വാസത്തിലൂടെ കടന്നു പോകുന്നു. ഇതെന്റെ ഉത്തരവാദിത്തമാണ്. തൻ്റെ ഭാര്യ, തൻ്റെ മക്കള്, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കാൻ വേറെ ആളുകൾ ഉണ്ടായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ കണക്ഷൻ ഉണ്ടാകണമെങ്കിൽ ഇതെന്റെ ഉത്തരവാദിത്തമായി അള്ളാഹു എനിക്ക് തന്നതാണെന്ന കണക്ഷൻ, അത് അള്ളാഹുവോടുള്ള കണക്ഷനാണ്. ഈ സാമ്പത്തിക രംഗം, ആ സാങ്കേതിക രംഗത്തിലെ ഓരോ സൂക്ഷ്മതകളും അതെന്റെ അള്ളാഹു തനിക്ക് തന്ന സമ്പത്തിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന കണക്ഷൻ പോകുന്നതും അള്ളാഹുവിലേക്കാണ്. സാംസ്കാരിക രംഗം, അതിലെ ഓരോ കാര്യങ്ങളും എങ്ങനെ പോകുന്നു, കണക്ഷൻ പോകുന്നത് അള്ളാഹുവിലേക്കാണ്. രാഷ്ട്രീയപരമായ ബന്ധം, രാഷ്ട്രബന്ധം, ഇതെല്ലാം എൻ്റെ അള്ളാഹുവിലേക്ക് എങ്ങനെ ഞാൻ ഉപയോഗിക്കണമെന്ന കണക്ഷനാണ്. ഒരു മനുഷ്യന്റെ മുഴുവൻ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും എന്തൊക്കെ ബന്ധങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവോടുള്ള കണക്ഷനാണ്. അത് മാത്രമായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഹൃദയം പോലും തന്നത് അള്ളാഹുവിനെ സ്നേഹിക്കാനാണ് എന്ന അർത്ഥത്തിലേക്ക് നമ്മൾ എത്തണമെന്നതാണ്. അശദ്ദു ഹബ്ബൻ ലില്ലാഹ്, അതികഠിനമായി അള്ളാഹു അവരെ സ്നേഹിക്കുന്നു എന്നാണ്. അള്ളാഹു അവരെ സ്നേഹിക്കുന്നു. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരെ, സഹോദരിമാരെ, എങ്ങനെയാണ് ഈ കണക്ഷൻ നമ്മൾ ഉണ്ടാക്കുക? ചില ആളുകൾ, ചില കുട്ടികളൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്, കോളേജിലൊക്കെ കുട്ടികൾ, സാറേ പലരോടും ചോദിക്കുന്നുണ്ടാകും, ഞങ്ങൾക്ക് നിസ്കാരത്തിൽ ഖുശൂ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിസ്കാരത്തിൽ എങ്ങനെ നോക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്രദ്ധകൾ പോവാണ്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഒരു ബൾബും കത്തൂല, ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഒരു ഫാനും കറങ്ങൂല. ആദ്യം നമ്മൾ തൗഹീദ് സ്ട്രോങ് ആക്കി അള്ളാഹുലേക്ക് അടുക്കുമ്പോഴാണ് നമ്മൾ നിസ്കാരത്തിന്റെ ഭാവം പോലും മാറുന്നത്. അല്ലാതെ ഇറ്റ് സെൽഫ് നിസ്കാരത്തെ മാറ്റാൻ നമുക്ക് കഴിയില്ല, ഇറ്റ് സെൽഫ് നമ്മുടെ സ്വഭാവത്തെ മാറ്റാൻ നമുക്ക് കഴിയില്ല. ഈ കണക്ഷൻ വിട്ടുകഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരത്തിന്റെ ഓരോ ശിഖരങ്ങളും പൂക്കളും ഫലങ്ങളും എല്ലാം കൊഴിഞ്ഞില്ലാതെയാകുന്നത് പോലെ അള്ളാഹുവോടുള്ള കണക്ഷൻ എത്രമാത്രം നമുക്ക് വിടുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ആകെ രണ്ടെണ്ണങ്ങളെ വരൂ. രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ മാറി മാറി മറിഞ്ഞു വരും. ഒന്ന് ഹാലാത്ത്, ഒന്ന് ഹാജാത്ത്. ഹാജാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അഭിലാഷങ്ങളാണ്, ആഗ്രഹങ്ങളാണ്. ഹാലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്രയാസങ്ങളാണ്, നമ്മുടെ വിഷമങ്ങളാണ്. ജീവിതത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഹാലാത്തിൻ്റെയും ഹാജാത്തിൻ്റെയും ഇടയ്ക്കുള്ള മനുഷ്യന്റെ ആകെയുള്ള ബേജാറും സന്തോഷത്തിൻ്റെയും പേരാണ് ജീവിതം. അബ്സല്യൂട്ട് ലൈഫ് എന്ന് പറഞ്ഞാൽ അതാണ്.
ജീവിതത്തിൽ ആകെ എന്താ ഉള്ളത് എന്ന് 2 വാക്കിൽ ഉത്തരം പറയാൻ പറഞ്ഞാൽ, എന്തൊക്കെയാ ജീവിതത്തിൽ ഉള്ളത് എന്ന് 2 വാക്കിൽ ഉത്തരം പറയാൻ പറഞ്ഞാൽ, ഒന്ന് ഹാലാത്തമുണ്ട്, ഹാജാത്തമുണ്ട് എന്നാണ്. ഇപ്പൊ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മുടെ ഹാജാത്തിന്റെ ഭാഗമാണ്, നമ്മുടെ ആഗ്രഹത്തിന്റെ ഭാഗമാണ്. അവർ ഡോക്ടറാകണം, അവർ എഞ്ചിനീയർ ആകണം, അവർ PhD-കാരാവണം, അവർ നല്ല ബിസിനസ്സുകാരനാകണം, എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത്, നല്ല എഞ്ചിനീയർ ആകണം, അത് നമ്മുടെ അഭിലാഷത്തിന്റെ ഭാഗമാണ്. എന്നാൽ ആ പഠിക്കാൻ പോകുന്നിടത്തുനിന്ന് ഒരു പക്ഷേ അവൻ ആക്സിഡന്റ് സംഭവിച്ചേക്കാം, അവൻ ചിലപ്പോൾ ട്രൂമയിൽ കിടന്നേക്കാം. ആ സമയത്ത് അവന് ഹാലാത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നതാണ്. അവന്റെ കോഴ്സ് പോലും പൂർത്തിയാക്കാൻ പറ്റാത്ത ഹാലാത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നു. ഏകദേശം ഒരു 3 മാസം മുമ്പ് ഞങ്ങളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാം, എയർപോർട്ടിൽ നിന്ന് പോവാൻ. ആ സമയത്ത് ഒരു ഡോക്ടർ സിയാദ്, മിംസിലെ ഡോക്ടറാണ്. അദ്ദേഹം ഡോക്ടറാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നേരെ വന്നിട്ട് ഞങ്ങളുടെ വണ്ടിയുടെ മുമ്പിൽ ഇങ്ങനെ സ്പീഡിൽ വരുന്നുണ്ട്. ഞങ്ങളുടെ വണ്ടി കണ്ടപ്പോൾ 3 വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്തിട്ടാണ് പാവം വരുന്നത്. ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് ബ്രേക്ക് പിടിച്ചു. അതും വല്ലാത്ത ബ്രേക്ക് പിടിക്കലായി വണ്ടി കണ്ടപ്പോൾ. അതിൽ ബൈക്ക് അങ്ങോട്ട് പൊങ്ങിയിട്ട്, ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ബൈക്ക് അത്ര പൊങ്ങുന്നത്. അങ്ങനെ പൊങ്ങിയിട്ട് അദ്ദേഹം അങ്ങനെ വന്നിട്ട് മുഖം കുത്തി വീഴുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് ബൈക്ക് ഒരു ഭാഗത്തേക്ക്, അദ്ദേഹം ഒരു ഭാഗത്തേക്ക്. സത്യത്തിൽ അദ്ദേഹം ഒരു ഡോക്ടറാണ്. ഞാനിത് പറയുന്നത് വേറൊരു കാര്യത്തിലാണ്. അങ്ങനെ ഞങ്ങൾ മെല്ലെ, കാരണം ആംബുലൻസ് വിളിക്കാൻ സമയമില്ല, അഥവാ വാക്ഹോഗ് എന്ന് പറയും, നിങ്ങൾക്കറിയാലോ. ഓൾഫാക്ടറി എന്ന് പറയുന്നത് പൊട്ടിക്കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് അറിയാം, ബ്ലഡ് മൂക്കിലൂടെ ചീറ്റിക്കൊണ്ടേയിരിക്കും. അത് ഓവറായി പോയാൽ പിന്നെ നമുക്ക് ഈ പറയുന്ന ഓൾഫാക്ടറി, ഗസ്റ്റേറ്ററി എന്ന് പറയുന്നതൊക്കെ കുറച്ച് പ്രശ്നങ്ങളാകും. പിന്നെ വാസന എന്ന് പറയുന്നത്, ഇപ്പം ഈ ഡോക്ടർക്ക് വാസനയില്ല, ഇത് നഷ്ടപ്പെട്ടു പോകും. കാരണം നമ്മൾ വിചാരിക്കുന്നത് വാസന എന്ന് പറഞ്ഞാൽ എന്നും നമുക്ക് ഉണ്ടാകുമെന്നാണ്. ഓൾഫാക്ടറി സെൻസ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഒന്നും വാസനിക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മൂക്കിലൂടെ ചീറ്റുന്ന രക്തം പോകുന്ന ഞാൻ ആദ്യമായിട്ട് കാണുക. ഏതായിരുന്നാലും ആംബുലൻസ് വിളിക്കാൻ നിന്നില്ല. എനിക്ക് തോന്നിയത് എൻ്റെ വണ്ടിയിൽ തന്നെ കയറ്റണമെന്നാണ്. എൻ്റെ കൂടെ 2-3 ആളുകളുണ്ട്. അവർ പെട്ടെന്ന്, നമ്മളാകെ ചിന്തിക്കൽ എന്താ, രക്തം വരും, ആകെ ബ്ലഡാകെ കോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മുടെ വണ്ടി കേടാവും. അതൊന്നും ചിന്തിച്ചേക്കരുത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഒരിക്കലും കാറിൻ്റെ സീറ്റിൻ്റെ കേട് വൃത്തികേടായി മാറുമെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെ നേരെ കയറ്റി. ഞാൻ ആ പയ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ കാഴ്ച പോകുന്നു എന്ന്. ഇങ്ങനെ തളർന്ന് എൻ്റെ അമ്മാവൻ്റെ മടിയിലേക്ക് വീണുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് മെല്ലെ ചോദിച്ചു, നിങ്ങൾ ആരാണ്, എന്താണ്? അതൊന്നും ചോദിക്കാൻ നിന്നില്ല. പക്ഷേ ആരെങ്കിലും ഒരാളുടെ ഒരു ഫോൺ നമ്പർ തരുമോ എന്ന്. സാധാരണ നമ്മളത് ചോദിക്കൂല, കാരണം അത്ര അപകടകരമായ അവസ്ഥയിലാണ്. അപ്പം വേച്ച് ഒരു നമ്പർ അങ്ങോട്ട് പറഞ്ഞു. ആ നമ്പർ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടേതാണ്. ഭാര്യയ്ക്ക് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇന്നെ ചെറുതായിട്ടെന്നല്ലേ പറയാൻ പറ്റുള്ളൂ, ചെറുതായി ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്, നിങ്ങൾ എവിടെ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മിംസിലേക്ക് കൊണ്ടുവരും, ഞാൻ മിംസിലെ റേഡിയോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഫോണിലൂടെ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഈ പറയുന്ന ആൾ ഡോക്ടറാണ്, ഇവിടുത്തെ മിംസിലെ ഡോക്ടറാണ്, കോട്ടക്കൽ മിംസിലെ. അപ്പോൾ ചുരുക്കത്തിൽ ഞങ്ങൾ നേരെ മിംസിലേക്ക് പോയി. 8 മിനിറ്റ് കൊണ്ട്, ആക്സിഡൻറ്റ് പറ്റിയ സ്ഥലത്ത് നിന്ന് 8 മിനിറ്റ് കൊണ്ട് എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് അബ്ദുൽ അസീസ് എങ്ങനെയാണ് ആംബുലൻസിനേക്കാൾ വേഗതയിൽ എനിക്കറിഞ്ഞുകൂടെ അവിടെ എത്തിച്ചത് എന്ന്. ചുരുക്കത്തിൽ അവിടെ എത്തി എല്ലാം കഴിഞ്ഞിട്ട് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നലെയും വിളിച്ചിട്ട് അത് ആവർത്തിച്ചു പറഞ്ഞു, ട്രൂമ ഇത്ര വലിയ പ്രശ്നമാണെന്ന്. ട്രോമ എന്നോ നിങ്ങൾ പറഞ്ഞോളൂ. ഈ ട്രോമ എന്ന് പറയുന്നത് ഇത്രമാത്രം പ്രശ്നമാണെന്ന് സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു എന്ന്. കാരണം ഒറ്റ നിമിഷം കൊണ്ട് ജീവിതം തകർന്നു പോവാണ്. ഇപ്പം സ്പൈനൽ കോഡിന് പ്രശ്നം, ഇവിടെ പ്രശ്നം, അവിടെ പ്രശ്നം. 1 സെക്കൻഡ് മതി മനുഷ്യൻ്റെ അവസ്ഥകളെല്ലാം ഇല്ലാതെയാകാൻ. അള്ളാഹുവോടുള്ള ബന്ധത്തിൻ്റെ പേരിൽ മാത്രമാണ് ഡോക്ടർ സിയാദ് തിരിച്ചു വന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം അങ്ങനത്തെ ഒരു പൊട്ടൻഷ്യാലിറ്റി ഉള്ളിലില്ല എങ്കിൽ മനുഷ്യൻ തകർന്നില്ലാതെയായി പോകും. നമ്മുടെ കുട്ടികൾ ഒരാൾ വ്യതിചലിക്കുമ്പോൾ അള്ളാഹുവോടൊരു ബന്ധമില്ല എങ്കിൽ നമ്മൾ തകർന്നില്ലാതെയായി പോകും. സമൂഹം നമ്മളെ വല്ലാണ്ട് പ്രയാസപ്പെടുത്തുമ്പോൾ അള്ളാഹുവോടൊരു ബന്ധമില്ല എങ്കിൽ നമ്മൾ ആകെ ഇല്ലാതെയായി പോകും. എന്തുകൊണ്ടാണ് അതിസമ്പന്നന്മാരായിട്ട് പോലും ഒരുപാട് കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടായിട്ട് ഒറ്റയടിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് എന്ന ചോദ്യത്തിന് അവർക്ക് അള്ളാഹുവോട് കണക്ഷൻ ഉണ്ടോ എന്ന ചിന്തയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസത്തിൽ അകപ്പെട്ടു പോയാൽ, ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, ചിലപ്പോഴൊക്കെ ആധുനിക കാലഘട്ടത്തിലെ എത്തീസ്റ്റുകൾ കളിയാക്കാറുണ്ട്, എന്തിനാണ് ദൈവവിശ്വാസമെന്ന്. ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഹീലിംഗ് ആണ്. ഈ ലോകത്തിൽ അത്രമാത്രം വലിയൊരു ഹീലിംഗ് ഈ ലോകത്തിൽ വേറെയില്ല. നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഞാൻ എപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു പ്രിയങ്കരനായ സുഹൃത്തിന് ആകെയുള്ളതൊരു മോന, അതിന് മുമ്പിലുള്ള 2 പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികൾക്ക് ശേഷം ഉണ്ടായൊരു മോനാണ്. ആ മോന് 1.5 വയസ്സുള്ള സമയം, അല്ലെങ്കിൽ 1 വയസ്സുള്ള സമയം വീട്ടിലേക്ക് കല്യാണം പറയാൻ വേണ്ടി വന്നിട്ടുള്ളൊരു നേതാവിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ബെൻസ് കാർ ഒന്ന് ബാക്കിലോട്ട് എടുത്തതാണ്. ഡ്രൈവർ അദ്ദേഹം ഇപ്പുറത്താണ് ഇരിക്കുന്നത്. പക്ഷെ ആ കുട്ടി ടയറിൻ്റെ ചുവട്ടിൽ ഇരിക്കണ്ടായിരുന്നു, അവരത് അറിഞ്ഞില്ല. ആ കുട്ടിയുടെ മുകളിലൂടെ കയറി ഇറങ്ങി.
വിവരം അറിഞ്ഞിട്ട് നമ്മൾ ആ വീട്ടിലെത്തിയപ്പോൾ ഇദ്ദേഹം നിലത്തിരിക്കുകയാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം നിലത്ത് സീറ്റിലൊന്നല്ല ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ എഴുന്നേറ്റിട്ട് ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, സുലൈമാൻ സാഹിബേ, ഇവരെന്നൊരു ചീത്ത പോലും പറയുന്നില്ലല്ലോ എന്ന്. ബ്രിഡ്കോ മുത്തു എന്ന് പറയുന്ന പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ അനുജൻ മൻസൂറിൻ്റെ കുട്ടിയാണ് മരിച്ചത്. മൻസൂറോ ഭാര്യയോ ഒരു കുറ്റം പോലും പറയുന്നില്ലല്ലോ, എന്നോടൊന്നും പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കരയാണ്. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എന്തുകൊണ്ട് മൻസൂറിൻ്റെ ഭാര്യക്ക് അതൊരു വലിയ സങ്കടമായി, ഒരു മാതാവ് എന്ന അർത്ഥത്തിൽ മൂന്നാമതുണ്ടായ, ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായ ആൺകുട്ടിയാണ് എന്ന ചിന്തയിൽ വലിയ സങ്കടം ഉണ്ടാവും. പക്ഷേ മനസ്സ് പതറാതെ ആ സമയത്ത് സുജൂദിൽ കടന്നുകൊണ്ട് അല്ലാ എന്ന് വിളിക്കാൻ ഒരു അല്ലാഹു ഉണ്ടായത് കൊണ്ടാണ് ആ ഹീലിംഗ് അവിടെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചാലും ഒരു ഹീലിംഗ് സംഭവിക്കും. അവൻ എന്തു തന്നെ വന്നാലും എനിക്ക് എൻ്റെ അല്ലാഹു ഉണ്ട്, എൻ്റെ കണക്ഷൻ എൻ്റെ അല്ലാഹുവോടാണ് എന്ന ചിന്താഗതി ഉണ്ടാകും. മരണത്തിൻ്റെ വക്കിലാണെങ്കിൽ പോലും പുഞ്ചിരിച്ചുകൊണ്ട് അല്ലാഹുവോടുള്ള കണക്ഷൻ പൂർത്തിയാക്കാൻ അവന് പറ്റും. ഈ ലോകത്തിൽ എന്തിനാണ് അല്ലാഹു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും മനോഹരമായിട്ടതാണ്. എന്ന് വെച്ചാൽ ഇത്രമാത്രം ഹീലിംഗ് കിട്ടുന്ന, ഞാനൊരു സൈക്കോളജിസ്റ്റാണ്, ഒരുപാട് തെറാപ്പികൾ പഠിച്ച ഒരാളാണ്. NLPയുടെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൻ്റെ, അതേമാതിരി TA ട്രാൻസാക്ഷണൽ അനാലിസിസിൻ്റെ, സൈക്കോമെട്രിക്സിൻ്റെ ഒരുപാട് തെറാപ്പികൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞോട്ടെ, രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സുജൂദിന് സമാനമായി ഒരു സൈക്കോളജിയിലും ഒരു തെറാപ്പിയും ഉള്ളതായി എൻ്റെ അറിവിലില്ല. കാരണം തഹജ്ജുദിൻ്റെ സുജൂദാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള അള്ളാഹുവോടുള്ള ബന്ധം നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവോടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ അതങ്ങേ തലയാണ്. എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവം പറയാം. ഒരു സ്ഥലത്തൊരു യാത്ര പോയപ്പോൾ, നമ്മുടെ കേരള സ്റ്റേറ്റ് അല്ല, ഒരു പെൺകുട്ടിക്ക് ക്യാൻസർ ഉണ്ടായി എന്ന് പറഞ്ഞൊരു മാമോഗ്രാമിലോ മറ്റോ എന്തോന്ന് കാര്യങ്ങൾ വന്നതാണ്. ആ സമയത്ത് ഈ കുട്ടി പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? അവിടുത്തെ മുഫ്തി പറഞ്ഞൊരു വാക്കാണ് ഞങ്ങളോട് പറഞ്ഞു. ഈ മുഫ്തിയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീടാണ് ഈ കുട്ടിയുടെ വീട്. ആ കുട്ടി പറഞ്ഞത്രേ, എനിക്ക് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന്. കുട്ടി ഇങ്ങനെ അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയാൻ പാടില്ലല്ലോ, ക്യാൻസർ ആർക്കും വരുമല്ലോ. പക്ഷെ ആ കുട്ടി പറഞ്ഞത്, ഞാൻ ഏത് ക്യാൻസർ രോഗികളെ കാണുമ്പോഴും അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ ബതലാക ബിഹി വഫല്ലലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല എന്ന പ്രാർത്ഥന ഞാൻ ചൊല്ലാറുണ്ട്. സഹീഹായ ഹദീസിൽ വന്നതാണ്. ഒരു അപകടമോ രോഗമോ നിങ്ങൾ കണ്ടാൽ അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ ബതലാക ബിഹി വഫല്ലലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല. ഇദ്ദേഹത്തിന് വന്ന് ഭവിച്ച പ്രശ്നങ്ങൾ എനിക്കില്ലാതാക്കാത്ത അല്ലാഹുവേ, ഇദ്ദേഹത്തിന് വന്ന് ഭവിച്ചിട്ടുള്ള രോഗം എനിക്കില്ലാതാക്കാത്ത അല്ലാഹുവേ, ഇദ്ദേഹത്തിന് വന്ന അപകടം എനിക്കില്ലാതാക്കാത്ത അല്ലാഹുവേ, നീയാണ് ഏറ്റവും അത്യുദാരനെന്ന്, എന്നെ നീ ഏറ്റവും വലിയ ശ്രേഷ്ഠവാനാക്കി എന്ന് യഖീനോട് കൂടി ചൊല്ലിയാൽ ആ പ്രശ്നം അവന് പിന്നെ ഉണ്ടാവുകയില്ല എന്ന് നമ്മെ പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. യഖീനോട് കൂടി ഞാൻ അത് ചൊല്ലിയിട്ടുണ്ട്. ഈ കുട്ടിക്ക് ധൈര്യസമേതം പറയാൻ, അതുണ്ടോ ഇല്ലയോ എന്നല്ല, ആ ധൈര്യസമേതം പറയാൻ ഒരു ഹീലിംഗ് സംഭവിച്ചിരിക്കണം. അവിടെ പള്ളിയുടെ മിമ്പറിൽ വെച്ചിട്ട് ആ മുഫ്തി അദ്ദേഹത്തിന്റെ അയൽവാസിയെ കുറിച്ച് പറഞ്ഞ വാക്ക് നിങ്ങളോട് പറഞ്ഞോട്ടെ. പിന്നീടുള്ള ടെസ്റ്റുകളിൽ അതില്ലെന്ന് ബോധ്യമായത് പറയുന്നത് ഒരു കറാമത്തായിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് ഫലിപ്പിക്കണ്ട. ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ ഇടപെടൽ നടക്കും, പ്രാർത്ഥനകളിൽ നടക്കും, നമുക്കില്ലാത്ത അവസ്ഥകളിൽ നടക്കും. അത് അള്ളാഹുവോടുള്ളൊരു കണക്ഷനാണ്. ചിലപ്പോൾ അത്രമാത്രം കണക്ഷൻ ഇല്ലാത്തവർക്കും കണക്ഷൻ ഉണ്ടാക്കാനെങ്കിലും അള്ളാഹു ചില സംഭവങ്ങളൊക്കെ കൊണ്ടുവരും. ഞാൻ എപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, ആവർത്തിക്കാമെന്ന് വിചാരിക്കുക. എൻ്റെ ജീവിതത്തിലെ അനുഭവം എനിക്കതിൽ പറയാൻ പറ്റൂ. എൻ്റെ മൂത്ത മകൻ നാഫി മെഹബൂബ് മുർത്തസ അള്ളാഹുവോടുള്ള കണക്ഷൻ പറഞ്ഞോട്ടെ, എനിക്ക് വലിയ കണക്ഷൻ ഇല്ല, അത് ഉണ്ടാകാനുള്ള പരിശ്രമത്തിലാണ്. പക്ഷേ 1.5 വയസ്സുള്ളപ്പോൾ കിണറ്റിലേക്ക് വീണതാണ്. ക്യാമറകൾ പകർത്തുന്നു, നാളെ യൂട്യൂബിൽ വരും. മേൽപ്പത്തൂർ പ്രദേശത്ത് എൻ്റെ തറവാടിൻ്റെ ചുറ്റുവട്ടത്തുള്ള 25ഓളം വീടുകൾ വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഒരിക്കലും അതിനെ തിരുത്താൻ ഒരാളും ഉണ്ടാകില്ല. കാരണം 1.5 വയസ്സുള്ളപ്പോൾ വീഴുമ്പോൾ 17 കോല് കുണ്ടാണ് കിണർ, 5 കോല് വെള്ളത്തിലാണ്, ഒന്നുമില്ല അവിടെ. 1.5 വയസ്സുകാരന് നീന്തലറിയില്ല എന്ന് നമുക്ക് അറിഞ്ഞുകൂടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നതെല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ കുഞ്ഞ് വീണ് കിടക്കണം. എൻ്റെ മകൻ്റെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. നാഫി മെഹബൂബ് മുർത്തസ അവൻ ഇന്ന് PG ചെയ്തുകൊണ്ടിരിക്കുകയാണ് UK-യിൽ. ആ സമയത്ത് ആളുകൾ തടിച്ചുകൂടി. ഇതിൽ കിണറ്റിലിറങ്ങാവുന്ന ആളുകളൊന്ന് കൈപൊക്കട്ടെ, കിണറ്റിൽ ഇറങ്ങാൻ അറിയുന്ന ആൾക്കാരൊന്ന് കൈപൊക്കട്ടെ. ഇത്രയും സദസ്സിലാകെ 5-10 ആൾക്കാരേ ഉള്ളൂ. അപ്പം എൻ്റെ അയൽവാസികൾ എല്ലാവരും കൂടി ഓടി വന്നാൽ എത്ര ആൾക്കാരെ പയ്യിലുണ്ടാകുക? കിണറ്റിലിറങ്ങാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആൾക്കാർ വന്നവരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ആ സമയത്തില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ആ സമയത്ത് ദഅവത്തിന് വേണ്ടി പോയതാണ്, പ്രബോധനത്തിന് വേണ്ടി. അവിടെ പരിസരത്തുണ്ട്. പക്ഷെ അന്ന് ഇത്രമാത്രം മൊബൈൽ ഫ്ലറിഷ് അല്ല.
ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഓടിയെത്തിയപ്പോഴേക്കും ഫോൺ കോൾ വന്നിട്ട്, മൊബൈലല്ല സാധാ ലാൻഡ് ഫോണിലൂടെ വിളിച്ച് വന്നപ്പോഴേക്കും കുട്ടിയെ പൊക്കാനുള്ള പരിപാടിയിലാണ്. ആളുകളെല്ലാവരും പറയുന്നത് അരമണിക്കൂറോളം ആ കിടത്തം കടന്നു എന്നാണ്. പക്ഷേ എൻ്റെ അയൽവാസിയായ കൗസുത്താത്ത വന്നിട്ട് വിളിച്ചു പറഞ്ഞത് എല്ലാം കഴിഞ്ഞു മക്കളെ എന്നാണ്, എല്ലാം കഴിഞ്ഞു പോയി എന്നാണ്. എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മരിച്ചാലാണ് ഗണതത്വശാസ്ത്രപ്രകാരം എന്താകുക? പൊങ്ങിക്കിടക്കുക. ചുരുക്കി പറഞ്ഞാൽ മരിച്ചുപോയി എന്ന് വിചാരിച്ചിട്ട് പൊക്കിയ സമയത്ത് കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിയാണ്. ആ തിരിയുന്ന സമയത്ത് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോഴേക്കും ഞാൻ എത്തിയത് കൊണ്ട് ബേജാറ് കൊണ്ട് വല്ലാത്ത വേഗതയിൽ കാർ ഓടിച്ചിട്ട് അടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർ റസിയയുടെ അടുക്കൽ കൊണ്ടുപോയിട്ട് റസിയ ഡോക്ടർ ആദ്യം ചെയ്തത് കുട്ടിയെ കയ്യിലൊക്കെ കിടത്തിയിട്ട് കമിഴ്ത്തിയിട്ട് ചെയ്യലാണ്. കാരണം അപ്പം ചെയ്യേണ്ട കാര്യങ്ങളാണ്, വെള്ളം പുറത്തേക്ക് വരാൻ. പക്ഷെ ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് വരുന്നില്ലെന്ന് കണ്ടപ്പോ അത്ഭുതത്തോടു കൂടി ഡോക്ടർ റസിയ ചെയ്ത് സ്പൂണിൽ വെള്ളം എടുത്തിട്ട് കുട്ടിക്ക് കൊടുക്കലാണ്. കുട്ടി ആർത്തിയോട് കൂടിയിട്ട് അത് കുടിക്കാൻ ഡോക്ടർ റസിയ തന്റെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞത്, സാറേ ഈ കുട്ടി ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല എന്നാണ്. ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. എന്റെ കഥ നിങ്ങൾ വിട്ടേക്ക്, എന്റെ മോന്റെ കഥയും നിങ്ങൾ വിട്ടേക്ക്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർള് വഹുവൽ അസീസുൽ ഹകീം. ഇതാണ് എൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇതാണ് നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല. IITനായ പ്രിയപ്പെട്ട ഇർഷാദ് എൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിന് വന്നപ്പോൾ അവൻ IITയിൽ നിന്ന് കഴിഞ്ഞിട്ട് അറിയാതെ ഒന്ന് എത്തീസത്തിലേക്ക് പോയതാണ്. ഞാൻ ആ കുട്ടിയെ ഇരുത്തിയിട്ട് ആകെ പറഞ്ഞ കഥ ഇതുമാത്രമാണ്. മോനെ, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവമുണ്ട്. അവസാനം അവൻ ചോദിച്ചു, ഈസ് ഇറ്റ് ട്രൂ, അത് സത്യമാണോ എന്ന ചോദ്യത്തിന് ഞാൻ അവന് കൊടുത്ത മറുപടി, നീ മേൽപ്പത്തൂരിൽ പോയിട്ട് എൻ്റെ അയൽപ്പക്കത്തിൽ 25ഓളം വീടുകളുണ്ട്, അവിടെ ചോദിക്കും നീ, അവരാരെങ്കിലും അതില്ലാത്ത കഥയാണെന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ ഈ വാക്കുകളൊക്കെ പിൻവലിച്ചേക്കാമെന്നാണ്. ആ കുട്ടി പിന്നീട് മാഷാ അല്ലാഹ് ഇതുകൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എത്തീസിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. കാരണം സയൻസിന്റെ ഗണതത്വശാസ്ത്ര പ്രകാരം കനമുള്ള വസ്തു, പ്രത്യേകിച്ച് കുട്ടികൾ വീണാൽ താന്ന് പോവുക ആകെ 3 മിനിറ്റ് മതി. ഡോക്ടേഴ്സ് ഈ കൂട്ടത്തിലുണ്ടാകും. 3 മിനിറ്റ് മതി അവന്റെ ലങ്സ് തകർന്നിട്ട് മരിക്കാൻ. 3 മിനിറ്റ് അല്ല, ഇത് കടന്നത് 30ഓളം, പോട്ടെ ഒരു 15 മിനിറ്റ് എങ്കിലും കടന്നു എന്ന് വെക്കുക. ആരാണ് ഈ സംരക്ഷിക്കുന്നവൻ? അള്ളാഹുവാണ്. അന്ന് എനിക്ക് കണക്ഷൻ ഉണ്ടോ എന്നതല്ല, കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലെങ്കിലും എൻ്റെ അള്ളാഹു ഇടപെട്ടതാണ് എന്ന ഉറപ്പ് എനിക്കുണ്ട്. ഇനി 1000 ആളുകൾ വന്നിട്ട് എത്തീസ്റ്റുകൾ വന്നാലും അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടോ എന്ന ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാനൊന്നുമില്ല. എൻ്റെ അള്ളാഹു ഉണ്ട് എന്ന ഉറപ്പ് തന്നെയാണ് എനിക്കുള്ളത്. ഒരു എത്തീസത്തിന്റെ ചോദ്യത്തിനും എന്നെ തകർക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നാണ്. ആ കണക്ഷനാണ്. എനിക്ക് കണക്ഷൻ ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, അത് ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ അള്ളാഹുവോടുള്ള കണക്ഷൻ, അത്ഭുതങ്ങൾ, മിറാക്കുലസ് ഉണ്ടാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സാധിക്കും. ഈ അള്ളാഹുവോടാണ് വിദ്യാർത്ഥികൾക്ക് ബന്ധമുണ്ടാകേണ്ടത്. ഓ വിദ്യാർത്ഥികളെ, ഇതിലേതെങ്കിലും സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞോട്ടെ. കാരണം ഇത് ഒരു ഇസ്ലാമിക് മൂവ്മെന്റ് ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി കൂട്ടങ്ങൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഏത് സമയത്തും അള്ളാഹുവോടുള്ള ബന്ധം നിങ്ങൾ നിലനിർത്തിയാൽ ഉറപ്പിച്ചോളൂ, നിങ്ങളായിരിക്കും ഒരു പക്ഷേ റാങ്കിന്റെ വിധാനത്തിലേക്ക് കയറുക. കാരണം പരീക്ഷ എഴുതുന്ന സമയത്ത് പോലും നമ്മുടെ വിശ്വാസപ്രകാരം, ആവർത്തിച്ചു പറയുന്ന നമ്മുടെ വിശ്വാസപ്രകാരം മെമ്മറിയെ കൊണ്ട് നടക്കുന്നവൻ അള്ളാഹുവാണ്. ഉത്തരങ്ങൾ അതാത് സമയത്ത് ഞാനിപ്പോൾ എത്ര താ ഉപയോഗിച്ചു, എത്ര കാ ഉപയോഗിച്ചു, എത്ര ആ ഉപയോഗിച്ചു എന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം വിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നു, ഭാഷകളും വചനങ്ങളും അക്ഷരങ്ങളും വരുന്നത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് എന്ന്. ഒരു മനുഷ്യൻ കരുതി കൂട്ടിയിട്ട് സംസാരിച്ച ചിലപ്പോൾ സംസാരം വരൂല, അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. ഇത് അള്ളാഹുവിന്റെ ഇടപാടുകളാണ്. ഇങ്ങനെ ഓരോ കാര്യത്തിലും നമ്മുടെ അള്ളാഹുവിനെ ഇടപെടിക്കാൻ നമുക്ക് പറ്റണം. അള്ളാഹു മാത്രമേ അങ്ങനെ ഇടപെടുന്നവനുള്ളൂ, അവൻ മാത്രമേ റബ്ബായവനുള്ളൂ, അവൻ മാത്രമേ ഇലാഹായവനുള്ളൂ. റബ്ബ് എന്ന് പറഞ്ഞാലും അവനാണ്, ഇലാഹ് എന്ന് പറഞ്ഞാലും അവനാണ്. അതിന് രണ്ടിനും വേറെ വേറെ വിധാനങ്ങളല്ല. ഖുർആൻ തുടങ്ങുന്നത് നമുക്ക് അല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ടല്ല. ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവിടെ റബ്ബിനെയാണ് ആദ്യം മുന്നിൽ വെച്ചിട്ടുള്ളത്. അവസാനിപ്പിക്കുന്നതോ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന സൂറത്തോട് കൂടിയിട്ടാണ്. അതിനൊക്കെ ഒരു കൃത്യമായ അവലംബങ്ങളുണ്ട്. ഇതേപോലെ തന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ നിസ്കാരം തുടങ്ങിയാൽ ഉടനെ തന്നെ പിന്നെ നമ്മൾ തുടങ്ങുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടാണ്. അവസാനം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഓരോ സമയത്തും, അത് കഴിഞ്ഞാൽ നമ്മൾ റുക്കോയിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അലീം, അവിടെ റബ്ബിനെയാണ് നമ്മൾ പറയേണ്ടത്. സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് നമ്മൾ അല്ലാഹുവിനെ വാഴ്ത്തിയാൽ റബ്ബനാ ലക്കൽ ഹംദ്, അവിടെ ഉടനെ റബ്ബിനെയാണ് നമ്മൾ പറയേണ്ടത്. സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു പോയാൽ പിന്നെ സുബ്ഹാന റബ്ബിയൽ അഅല എന്നുള്ള വാക്കാണ് നമ്മൾ
നമ്മൾ പറയേണ്ടത്. അതിനിടയിലുള്ള ഇരുത്തമുണ്ട്. റബ്ബി ഗഫിർലി പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. റുബൂബിയത്തും ഉലൂഹിയത്തും അള്ളാഹുവോടുള്ള വല്ലാത്തൊരു ബന്ധമാണ്. ഏകനായ അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ എന്നും അള്ളാഹുവിലേക്ക് മാത്രമേ എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ കൊടുക്കൂ എന്നും പറയുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളെയും നടപ്പിലാക്കുന്നവൻ, നമ്മുടെ ബുദ്ധിയിൽ കോടാനകോടി സെല്ലുകളെ തന്നവൻ, മെമ്മറിയെ തന്നവൻ, നമ്മുടെ എല്ലാ കാര്യങ്ങളെയും തന്നവൻ. അതിൻ്റെ ഒരു സെഷൻ ഇവിടെ ഡോക്ടേഴ്സിൻ്റെ എടുക്കാനുണ്ടായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ കാണുന്ന മുഴുവൻ പ്രപഞ്ചത്തിലെ ഓരോ അംശങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്നവൻ, അതിന് പൂർണ്ണമായി നിദാനം കൊടുക്കുന്നവൻ. റബ്ബ് എന്ന വാക്കിൻ്റെ അർത്ഥം തർബിയത്ത് ശൈഅൻ ഫശൈഅൻ ഇലാ കമാലിഹി എന്നാണ്. അഥവാ ഒരു വസ്തു അസ്ഥാനത്തല്ല, ആ വസ്തു ഇങ്ങനെ പുറപ്പെട്ടത് മുതൽ അവസാനിക്കുന്ന നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള അവസാനം വരെ അതിനെ കാണുന്നവൻ, അതിനറിയുന്നവൻ, അതിന് വേണ്ടത് ചെയ്തു കൊടുക്കുന്നവൻ, അതിനെ അവസാനിപ്പിക്കുന്നവൻ, വീണ്ടും അതിനെ പുനർജനിപ്പിക്കുന്നവൻ. അവൻ്റെ പേരാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ ആ റുബൂബിയത്തും നമുക്ക് ബോധ്യപ്പെടണം. അഥവാ അള്ളാഹു ഓരോ സമയത്തും ഇടപെടും. ആ റബ്ബിനെ അള്ളാഹു പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് തദബ്ബുർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവാണ് എല്ലാ ഏർപ്പാടുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അള്ളാഹുവോടാണ് നമ്മുടെ കണക്ഷൻ ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെവിടെ ഇരിക്കുന്നു, ആ സമയത്ത് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾ കളിക്കുന്നു. ആ കളിക്കുന്ന സമയത്ത് അവർ വീഴുന്നുണ്ടാകും, ചിലപ്പോൾ തലകുത്തി വീഴുന്നുണ്ടാകും. ആ സമയത്തൊക്കെയും ഒരു സംരക്ഷണം കൊടുക്കുന്നവനാരോ അവൻ്റെ പേരാണ് അള്ളാഹു എന്ന് നമ്മൾ അറിയണം. ഇന്നലെ നമ്മൾ അത്താഴം കഴിച്ചതിനെ ഇപ്പം ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ, അല്ലെങ്കിൽ ദഹിപ്പിച്ചവൻ, അത് അള്ളാഹുവാണ്. ഇങ്ങനെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളെയും എൻ്റെ അള്ളാഹുവാണ് ചെയ്യുന്നത് എന്നുള്ള വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ, നമ്മുടെ കുട്ടികളെ ഡോക്ടറായാലും ആ ഡോക്ടറായ സമയത്ത് ഓപ്പറേഷൻ തുടങ്ങുമ്പോൾ ഈ അള്ളാഹുവിനെ ഓർക്കാൻ നമ്മൾ അവനെ പഠിപ്പിക്കും. അവൻ കലക്ടറായാലും പാവങ്ങൾക്ക് വേണ്ടി സിഗ്നേച്ചർ കൊടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കരുണാവാനായ അള്ളാഹുവിൻ്റെ പാവം ഒരു കരുണ പേടി നടക്കുന്ന ഒരു പാവം അടിയൻ എന്നുള്ള രീതിയിലായിരിക്കണം ആ മനുഷ്യനെ പോലും കാണേണ്ടത്. അഥവാ നമ്മുടെ മക്കൾ കലക്ടറാകുമ്പോൾ പാവപ്പെട്ട ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ അവനെ സിഗ്നേച്ചർ കൊടുത്ത് പറഞ്ഞ് ഫയൽ വിടുമ്പോൾ എഴുന്നേറ്റിട്ടൊരു കൈ കൊടുക്കാൻ പറ്റണം. കാരണം അവൻ താഴ്ന്നവനല്ല, ഇവനും എൻ്റെ അള്ളാഹുവിൻ്റെ അടിമയാൻ. അപ്പുറത്ത് കാണുമ്പോൾ ഇപ്പുറത്ത് എൻ്റെ പ്രവീൺ എന്ന സുഹൃത്തുണ്ട്, എനിക്ക് എൻ്റെ അയൽവാസി, അപ്പുറത്ത് കുമാരേട്ടനുണ്ട്, ഇവിടെ കൃഷ്ണൻകുട്ടിയേട്ടനുണ്ട്. ഇതെല്ലാം എൻ്റെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, എൻ്റെ അള്ളാഹുവിൻ്റെതാണ് ഇതെല്ലാം. അതുകൊണ്ട് ആരെയും ഞാൻ വേദനിപ്പിക്കാൻ പാടില്ല. ഇത് അള്ളാഹുവോടുള്ള കണക്ഷനാണ്. പ്രവീണിനെ ഞാൻ വേദനിപ്പിക്കാൻ പാടില്ല. മതത്തിൻ്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് അവനെ വേദനിപ്പിക്കുന്നത് എൻ്റെ അള്ളാഹുവിനെ വേദനിപ്പിക്കുന്നതിന് പകരമാണ്. അതുകൊണ്ട് എൻ്റെ അള്ളാഹുവിനെ സൃഷ്ടി ചരാചരങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഈ കാണുന്ന മുഴുവൻ രാഷ്ട്രങ്ങളും രാഷ്ട്രത്തിലുള്ള മനുഷ്യരും അവിടെയുള്ള പറവകളും അവിടെയുള്ള ജന്തുക്കളും അവിടെയുള്ള എല്ലാം എൻ്റെ അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോട് നല്ലത് വർത്തിക്കാവൂ എന്നതാണ്. പിന്നെ രാഷ്ട്രപരമായ എന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ എതിർക്കുക എന്നതും ഇടപെടുക എന്നതും ഇതിൻ്റെ വേറൊരു ഭാഗം കൂടിയാണ്. ആ ഭാഗത്ത് നമുക്ക് പിന്നീട് പറയാം. കരുണയുമുണ്ട്, ആർദ്രതയുമുണ്ട്, അതോടൊപ്പം ജസ്റ്റിസ്, നീതിയുണ്ട്. ആ നീതി നടപ്പാക്കാത്തിടത്ത്, നീതി ഇല്ലാത്തിടത്ത് നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കലും കാരുണ്യമാണ്. നീതി ഇല്ലാത്തവന് നീതി കൊടുക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കൽ, ബി വോയിസ് ഫോർ വോയിസ്ലെസ്, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകൽ, അത് കാരുണ്യമാണ്. അഥവാ നീതി കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള നീതിയെ നടപ്പിലാക്കാനുള്ള എഴുന്നേറ്റ് നിൽക്കലാണ്. അതാരെയും ആക്രമിക്കാനുള്ളതല്ല, ആരെയും എതിർക്കാനുള്ളതല്ല, ആരെയും പ്രത്യക്ഷത്തിൽ തകർക്കാനുള്ളതല്ല. നീതിക്ക് വേണ്ടിയുള്ള ജസ്റ്റിസിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം അള്ളാഹുവാണ് ഏറ്റവും വലിയ ജസ്റ്റിസ്, അള്ളാഹുവാണ് നീതിമാൻ. ആ നീതിമാന്റെ കാര്യം നടപ്പിലാക്കാൻ നീതിപൂർവ്വം ഉയർത്തെഴുന്നേൽക്കൽ പോലും കാരുണ്യത്തിൻ്റെ ഭാഗമാണ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ അള്ളാഹുവോടുള്ളൊരു വല്ലാത്ത ബന്ധം നമുക്കുണ്ടാവുക എന്നതാണ്. ഒരിക്കലും ആ ബന്ധത്തെ കുറക്കരുത്. നമ്മൾ ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ അമ്മാറയിൽ നിന്ന് ലവ്വാമയിലൂടെ മുത്തുമഇന്നയിലേക്കുള്ള യാത്രയിലാണ്. ഒരിക്കൽ നമ്മൾ മരിച്ചു പോകുമ്പോൾ ദാ നമ്മുടെ മയ്യത്ത് കെട്ടിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ എന്ന് അല്ലാഹു വിശുദ്ധമാക്കപ്പെട്ട വാക്കുകൾ കേട്ടുകൊണ്ട് പോകാൻ നമുക്ക് സാധിക്കണം. അത് ആഖിറത്തിൽ മാത്രമല്ല കേൾക്കേണ്ടത്, മരണമാണ് നമ്മുടെ അന്ത്യനാൾ. നമ്മുടെ ഓരോരുത്തരുടെയും അന്ത്യനാൾ നമ്മുടെ മരണമാണ്. ആ അന്ത്യനാൾ വരുമ്പോൾ നമ്മുടെ മയ്യത്ത് കെട്ടിൽ പോകുമ്പോൾ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ എന്ന് അതിമനോഹരമായി കേട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ എല്ലാവരോടും കണക്ഷനുള്ള ഏറ്റവും വലിയ കണക്ഷനായി നമ്മൾ അള്ളാഹുവോടുള്ള കണക്ഷനെ മാറ്റുക. അത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം നല്ല കണക്ഷനാകും, നമ്മുടെ ഫാമിലി നല്ല കണക്ഷനാകും, നമ്മുടെ സൊസൈറ്റി നമ്മുടെ കണക്ഷനാകും, നമ്മുടെ ബിസിനസ് ഏർപ്പാടുകൾ നമ്മുടെ കണക്ഷനാകും, നമ്മുടെ ജോലികൾ നമ്മുടെ കണക്ഷനാകും, നമ്മുടെ രാഷ്ട്രം നമ്മുടെ കണക്ഷനാകും, ഗ്ലോബ് മുഴുവനും നമ്മുടെ കണക്ഷനിൽ പെട്ടതാകും. അവർക്ക് മുഴുവനും പ്രാർത്ഥിക്കലാകും. ഇന്നലെ ഈ ഗൾഫ് നാടുകളിൽ ഇതാ മിസൈലുകൾ വന്ന് പതിക്കുന്നു എന്ന് എൻ്റെ മകൾ അവിടെയുണ്ട്, മകനുമുണ്ട്, അവർ പഠിക്കാൻ വേണ്ടി പോയതാണ്. ആ സമയത്ത് ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു തരാൻ, ഉപ്പ അതാ പറക്കുന്നു എന്നും പറഞ്ഞിട്ട്, കാരണം പോകുന്നത് പോലും കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇന്നലെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുജൂദിൽ കിടന്നിട്ട് ഗൾഫ് രാജ്യങ്ങളുടെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ എവിടെയോ ഒരു കണക്ഷൻ നമുക്ക്
നമുക്ക് വിട്ടുപോയിട്ടുണ്ട്. ലോകത്തിലെ ഒരാൾ മരിക്കാതിരിക്കട്ടെ എന്ന് ഇന്നലെ രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ എവിടെയോ ഒരു കണക്ഷൻ നമുക്ക് വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ മാത്രം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് കണക്ഷൻ ഇല്ല എന്നാണ് അർത്ഥം. നേരത്തെ ഇബ്രാഹിം സാഹിബ് സൂചിപ്പിച്ചതുപോലെ സുന്ദരമായി എന്ന് രണ്ടും കൂട്ടിയാ പറഞ്ഞത്. അള്ളാഹുവുള്ള ബന്ധം പറഞ്ഞ ഉടനെ തന്നെ വേഗം പറഞ്ഞ വാക്ക് നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നത് സൊസൈറ്റിയോട് ബന്ധം വേണമെന്നാണ്, സമൂഹത്തോട് ബന്ധം വേണമെന്നാണ്, സമൂഹത്തിൻ്റെ വേദനകൾ അറിയണമെന്നാണ്. ആ വേദനകൾ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അത് ലോകരാജ്യത്തിൻ്റെതാകണം, ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടേതാകണം. ഏത് ജാതിയിൽപ്പെട്ടവരാകട്ടെ, ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ, പടച്ചോനെ യുദ്ധത്തിൽ ആരും മരിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന സുജൂദിൽ കിടന്ന് പറയാൻ നമ്മൾ അള്ളാഹുവോട് കണക്ഷനുള്ളവരാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കണക്ഷനുള്ളവരാക്കി നമ്മളെ മാറ്റട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.